മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ടുള്ളൂ. ഒന്ന് ഡോക്ടർ ബോബിന്റെ ദുസ്വപ്നം, അല്ലെങ്കിൽ ഡോക്ടർ ബോബ്സ് നൈറ്റ് മെയർ. മറ്റത് ആൽക്കോളിക്സ് അനോണിമസ് നമ്പർ 3 എന്ന് പറയുന്നത് ബിൽഡിയുടെ കഥ. അങ്ങനെ 2 കഥകളാണ് തർജ്ജമ ചെയ്തിട്ടുള്ളൂ. ബാക്കി 10-42 കഥകളുണ്ട്. അപ്പൊ നമ്മള് ഫസ്റ്റ് എഡിഷനും സെക്കൻഡ് എഡിഷനും തേർഡ് എഡിഷനും ഫോർത്ത് എഡിഷനും 4 എഡിഷനുകളാണ് ഇതുവരെ ആൽക്കോളിക്സ് അനോണിമസിന്റെ ബുക്ക് ഇറങ്ങിയിട്ടുള്ളത്. ഇപ്പോ ഓരോ എഡിഷനുകളിലും ആദ്യത്തെ എഡിഷനുകളിലുള്ള ആളുകൾ ചിലര് വീണ്ടും കുടിച്ചു പോവുകയൊക്കെ ചെയ്തതുകൊണ്ട് രണ്ടാമത്തെ എഡിഷനിൽ ആ കഥ എടുക്കാതിരിക്കുകയും പുതിയ കഥകൾ ചേർക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്താണ് ഈ വ്യക്തിഗതകൾ വായിക്കേണ്ടത്? നമ്മൾ ABC എന്ന് പറയുന്ന ഹൗ ഇറ്റ് വർക്ക്സിലും, അതായത് ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നതിൽ ABC എന്ന് പറയുന്ന ഭാഗത്ത് വ്യക്തിഗതപരമായ സാഹസികതകൾ എന്ന് പറയുന്നതുകൊണ്ട് തർജ്ജമ ചെയ്തിട്ടുണ്ട്. വ്യക്തിപരമായ സാഹസികതകൾ. അപ്പൊ ഈ സാഹസികതകളില് എന്താണ് ഉദ്ദേശിക്കുന്നത്? മദ്യം കഴിക്കുകയും അതിനുശേഷം ഇതിന്റെ ഭീകരമായ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയ ആളുകൾ ജീവിതത്തിൽ അനുഭവിച്ച കാര്യങ്ങളാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം മോർ അബൌട്ട് ആൽക്കഹോളിസം, അതായത് മദ്യാസക്തിയെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ, പിന്നെ ഇതിനൊരു പരിഹാരമുണ്ട്, ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം വ്യക്തിഗതമായ സാഹസികതകളിലൂടെയാണ് ആൽക്കഹോളിസം എങ്ങനെയാണ് എന്നെ ബാധിച്ചത് എന്ന് മനസ്സിലാകുന്ന രീതിയിലാണ് ABC-യിൽ നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത്. ABC-യുടെ തൊട്ട് മുമ്പുള്ള പാരഗ്രാഫാണ് ഞാൻ പറയുന്നത്. അപ്പോ വ്യക്തികഥകൾ വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ആദ്യകാലത്ത് നമ്മുടെ AI-യിൽ വന്നിട്ടുള്ള പഴമക്കാര് അവരെങ്ങനെയാണ് ദീർഘകാലം സുബോധാവസ്ഥയിൽ നിലനിന്നത്. 100 പേര് വരുമ്പോൾ ഏകദേശം 80-85 പേരോളം പിടിച്ചു നിൽക്കുന്നു, അല്ലെങ്കിൽ ആൽക്കോളിക്സ് അനോണിമസിന്റെ മെമ്പേഴ്സായി മാറുന്നു. അപ്പോൾ സ്ലിപ്പ് ഇന്നിപ്പോ നേരെ ഓപ്പോസിറ്റ് ആണ്. വളരെ ചുരുക്കം വരെ, അതായത് 100 പേര് വരുമ്പോൾ 3 പേര് വരെ പിടിച്ചു നിൽക്കുന്നുള്ളൂ എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ സ്ഥിതി മോശമായി പോകുന്നു. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു വിലയിരുത്തൽ നടത്തുന്നതല്ല, അല്ലെങ്കിൽ പൊതുവെ ഒരു അഭിപ്രായമുണ്ട്. എനിക്കറിയില്ല, കൃത്യമായ ഒരു ഡാറ്റ കളക്ഷൻ ഒന്നും ഇല്ലാതെയാണ് ഞാൻ ആ വാക്കുകൾ ഉപയോഗിക്കുന്നത്. ഏതായാലും 100 പേര് വരുമ്പോൾ 5 പേരെന്നായിരുന്നു 17 വർഷം മുമ്പ് ഞാൻ AI-യിൽ വരുമ്പോൾ ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷെ ഇപ്പൊ അത് 3 ആയി. പല മീറ്റിങ്ങുകളിലും ഒക്കെ ആളുകൾ സംസാരിക്കട്ടെ, എന്തോ ആകട്ടെ, നമുക്ക് അങ്ങനെ കൂടുതൽ ഡാറ്റ ഒന്നും എടുക്കാൻ പോകണ്ട. പക്ഷെ നമുക്കിവിടെ മുഖവിലക്കെടുക്കേണ്ട കാര്യം, അല്ലെങ്കിൽ നമ്മൾ പരിഗണിക്കേണ്ട ഒരു കാര്യം, ആൽക്കോളിക്സ് അനോണിമസിലെ ആദ്യകാലത്തെ പഴമക്കാര് എന്ത് ചെയ്തു, അവര് AI-യിൽ വന്നതിന് ശേഷം എന്താണ് അവർ പ്രവർത്തിച്ചത്. കഴിഞ്ഞ കഥകളിലെല്ലാം അവര് ബിഗ് ബുക്കിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓരോരുത്തരും ഓരോ രീതിയിലാണ് സംസാരിക്കുന്നത്. അവര് എങ്ങനെയാണ് ആ പ്രോഗ്രാം മനസ്സിലാക്കിയത്, 12 പടികളെ പറ്റി സംസാരിക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ആ ഫിസിഷ്യൻ, ആ ഡോക്ടറെ പറ്റി പറഞ്ഞപ്പോൾ അയാള് ഗീവ് അവേ, സഫർ, ഡൈ, 3-4 കാര്യങ്ങൾ പറയുന്നുണ്ട്. സറണ്ടർ എന്ന് പറയുന്നുണ്ട്, ഗീവ് അവേ അതായത് മറ്റുള്ളവർക്ക് വേണ്ടി സന്ദേശം പകരുക, സഫർ സഹിക്കുക, ഡൈ അതായത് ജീവിക്കാൻ വേണ്ടി മരിക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സംസാരിച്ചു. പിന്നീട് നമ്മൾ പോയത് ഹിസ് കോൺഷ്യൻസ് എന്ന് പറയുന്ന കാനഡയിലുള്ള ഒരു AI മെമ്പറുടെ കഥയാണ്. ആ കഥയിൽ അദ്ദേഹം യുദ്ധത്തിന് പോയിട്ട് കാനഡയിലേക്ക് അദ്ദേഹം തിരിച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് ആ കഥയിലേക്ക് തന്നെ പോകാം. അപ്പൊ ഇംഗ്ലീഷിലുള്ള ഭാഗം ഞാൻ എൻ്റെ അറിവിനും കഴിവിനും ആ പരിമിതിയിലൊക്കെ നിന്നുകൊണ്ട് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് സംസാരിക്കുകയാണ് സാധാരണ ചെയ്യുക. അപ്പൊ നമുക്ക് അങ്ങനെ തുടങ്ങാം. ഓക്കെ, താങ്ക് യു. ഔട്ട് ഓഫ് ദ ആർമി മൈ ഡ്രിങ്കിങ് ഡ്രോപ്ഡ് എവേ ടു എ ഡ്രിങ്ക് ഓർ ടു ഓൺ വെരി സ്പെഷ്യൽ ഒക്കേഷൻസ്. അതായത് ഇദ്ദേഹം, ഈ കാനഡയിലുള്ള AI മെമ്പർ, ആർമിയിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം വളരെ പ്രധാനപ്പെട്ട ഒക്കേഷനുകളിൽ മാത്രമേ 1-2 മദ്യം കഴിക്കുന്ന രീതിയിലേക്ക് ചുരുങ്ങി. 2 or 3 times a year, അത് 2-3 പ്രാവശ്യം മാത്രമേ ഒരു വർഷത്തിൽ നിന്നുള്ളൂ. സോ ഇറ്റ് വെന്റ് ഫോർ ദ നെക്സ്റ്റ് 10 years. ഇങ്ങനെ അദ്ദേഹം 10 വർഷം തുടർച്ചയായി കുടിച്ചുകൊണ്ടിരുന്നു. നോ പാറ്റേൺ, നോ പ്രോബ്ലം. അതായത് പ്രത്യേകിച്ച് ആ പാറ്റേണിൽ നിന്ന് വ്യത്യാസം വന്നില്ല, അല്ലെങ്കിൽ ആ ഒരു ശൈലിയിൽ നിന്ന് അദ്ദേഹത്തിന് വ്യത്യാസം വന്നില്ല, പ്രോബ്ലങ്ങളും ഉണ്ടായില്ല, പ്രശ്നങ്ങളും ഉണ്ടായില്ല. ടുവാർഡ് ദ എൻഡ് ഓഫ് ദ 20s ദ കമ്പനി ബൈ വിച്ച് ഐ വാസ് എംപ്ലോയ്ഡ് വെന്റ് ത്രൂ എ മെർജർ. അപ്പം 20 കമ്പനികളോളം ഈ സമയത്ത് അദ്ദേഹം എംപ്ലോയ് ചെയ്തു, അല്ലെങ്കിൽ ജോലി ചെയ്തു. ഐ വാസ് ഗിവൺ എ മോർ റെസ്പോൺസിബിൾ പൊസിഷൻ. പലപ്പോഴും അവർ വളരെ ഉത്തരവാദിത്തപ്പെട്ട പൊസിഷനുകൾ അയാൾക്ക് നൽകാൻ തുടങ്ങി. വിച്ച് എൻറ്റൈൽഡ് എ ഗ്രേറ്റ് ഡീൽ ഓഫ് ട്രാവലിംഗ് ഫ്രം കോസ്റ്റ് ടു കോസ്റ്റ്. അതായത് തീരങ്ങളിൽ നിന്ന് തീരങ്ങളിലേക്ക് അദ്ദേഹം യാത്രയാണ് ആ
പൊസിഷൻ, പല ജോലിയുടെ ആവശ്യത്തിനായി യാത്രയായിരുന്നു. ഐ ഫൗണ്ട് ദാറ്റ് എ ഫ്യൂ ഡ്രിങ്ക്സ് വിത്ത് എഗ്രിയബിൾ കമ്പാനിയൻസ്. അതായത് ഇങ്ങനെയുള്ള യാത്രയിൽ ഒരു സമയത്ത് അദ്ദേഹത്തിന് തോന്നി ഈ യാത്രയിലിടയ്ക്ക് ഒരു ഇച്ചിരി മദ്യം കഴിക്കുന്നത് നല്ലൊരു കമ്പാനിയനാണ്, അല്ലെങ്കിൽ ഒരു കൂട്ടാണ്. ഇൻ സ്ലീപ്പിംഗ് കാർസ് ഓർ ഹോട്ടൽസ്, പ്രത്യേകിച്ച് ഹോട്ടലുകളിലും കാറുകളിലും ഒക്കെ ഉറങ്ങുമ്പോൾ ഇങ്ങനെ കുറച്ച് മദ്യം കഴിക്കുന്നത് നല്ലതാണെന്ന് അയാൾക്ക് ഹെൽപ്ഡ് വൈലേബേ ദ ടൈം. അപ്പോ ഈ സമയം ഒഴിവാക്കാൻ, അല്ലെങ്കിൽ സമയം പോകാനും സമയം കൊല്ലാനും അത് സഹായിക്കും. ഫ്രാങ്ക്ലി, വളരെ തുറന്നു പറഞ്ഞാൽ, ഐ പ്രിഫേർഡ് ദ കമ്പനി ഓഫ് ദോസ് ഹു ടുക്ക് എ ഡ്രിങ്ക് ഓർ ടു ദോസ് ഹു ഡിഡ് നോട്ട്. അതായത് ഇങ്ങനെയുള്ള സമയത്ത് അദ്ദേഹം മദ്യം കഴിക്കുന്ന ഇത്തരം കമ്പാനിയൻസിനെ, അല്ലെങ്കിൽ ഇത്തരം കൂട്ടുകാരെ കമ്പനി കൂടി ഒരു ഡ്രിങ്കോ 2 ഡ്രിങ്കോ, അല്ലെങ്കിൽ ഒരു വർഷം ചിലപ്പോൾ മദ്യം കഴിക്കാത്തവരോട് പോലും കമ്പാനിയനായി പ്രവർത്തിക്കാൻ തുടങ്ങി. ഫോർ ദ നെക്സ്റ്റ് ഫ്യൂ ഇയേഴ്സ് ഐ ഹാഡ് എ ലോട്ട് ഓഫ് ഫൺ വിത്ത് ആൽക്കഹോൾ. അങ്ങനെ കുറച്ച് പിന്നീടുള്ള കുറെ വർഷങ്ങളിൽ മദ്യവുമായിട്ട് സന്തോഷകരമായി ഞാൻ ജീവിച്ചു. ഐ ലൈക്ക്ഡ് ദ ടേസ്റ്റ് ഓഫ് ഇറ്റ്. എനിക്ക് ഇതിന്റെ രുചി ഇഷ്ടമായി. ഐ ലൈക്ക്ഡ് ദ എഫക്റ്റ് ഓഫ് ഇറ്റ്. അതിന്റെ ആ മദ്യം കഴിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ആ എഫക്റ്റ്, അതും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഐ കോണ്ടാക്റ്റഡ് മൈസെൽഫ് പ്രോപ്പർലി ആൻഡ് നോ ഹാം കെയിം ഓഫ് ഇറ്റ്. അതായത് ഞാൻ നന്നായി പെരുമാറി, എനിക്ക് യാതൊരുവിധ ദ്രോഹവും എന്നെ ഏൽപ്പിച്ചില്ല. ഞാൻ പ്രോപ്പർലി, വളരെ നന്നായി പെരുമാറി. വിത്തൗട്ട് റിയലൈസിങ് ഇറ്റ്, ഐ കെയിം ടു ലുക്ക് ഫോർവേഡ് ടു സെവറൽ ഡ്രിങ്ക്സ് ബിഫോർ ഡിന്നർ ആൻഡ് ദെൻ ടു സം ഡ്യൂറിങ് ദ ഈവനിങ്. പിന്നീട് എനിക്ക് മനസ്സിലായി, ഞാൻ ഒരുപാട് കുടിക്കുന്നു, അത് അത്താഴത്തിന് മുമ്പ്. അത് കഴിഞ്ഞിട്ട് ഈവനിങ്ങിനും കുടിക്കാൻ തുടങ്ങി. ഐ ഗ്രാജുവലി ഡെവലപ്ഡ് ഇൻ ടു എ ഹെവി ഡ്രിങ്കർ. ഇങ്ങനെ പതുക്കെ പതുക്കെ ഞാൻ ഒരു ഹെവി ഡ്രിങ്കർ ആയിട്ട്, അല്ലെങ്കിൽ വലിയ കുടിയനായി മാറി. വിത്ത് ദ റിസൾട്ട് ദാറ്റ് ഐ ഡിഡ്ന്റ് ഫീൽ സോ വെൽ ഇൻ ദ മോർണിംഗ്. ഇങ്ങനെ കുടിക്കുന്നത് കൊണ്ട് ഞാൻ രാവിലെകളിൽ നല്ല ഒരു രീതിയിലല്ല ഞാൻ രാവിലെകൾ എണീറ്റിരുന്നത്. ഐ വുഡ് ലൈക്ക് ടു മേക്ക് ഇറ്റ് ക്ലിയർ. ഞാൻ ഇത് വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. അറ്റ് ദിസ് പോയിന്റ്, ഈ സമയത്ത്, അല്ലെങ്കിൽ ഈ ഘട്ടം വന്നപ്പോൾ, ദാറ്റ് നെയ്തർ ബിസിനസ് പ്രഷർ ഓർ നോർ ആഡഡ് റെസ്പോൺസിബിലിറ്റി, എന്റെ ഈ ബിസിനസിന്റെ പ്രഷർ കൊണ്ടോ, അല്ലെങ്കിൽ അതിന്റെ ഒരു ആവശ്യകത കൊണ്ടോ, എന്റെ ഉത്തരവാദിത്തങ്ങൾ കൂടിയത് കൊണ്ടോ, ഹാഡ് എനിത്തിങ് ടു ഡു വിത്ത് മൈ ഡ്രിങ്ക്. അപ്പൊ എന്റെ കുടിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ബിസിനസിന്റെ പ്രശ്നമോ ഉത്തരവാദിത്തങ്ങളോ കുടി നിയന്ത്രണത്തിനായി ഒന്നും ചെയ്യാൻ അദ്ദേഹത്തിനെ സഹായിച്ചില്ല. ഐ ഹാഡ് ദ കപ്പാസിറ്റി ഫോർ ഹാൻഡ്ലിംഗ് ബിസിനസ് വിത്തൗട്ട് എനി ഫിയർ ഓഫ് ക്രിറ്റിസിസം. അപ്പോ ഒരു വിമർശനങ്ങളും കൂടാതെ, അല്ലെങ്കിൽ വിമർശനങ്ങൾ എന്ന ഭയം കൂടാതെ എനിക്ക് ബിസിനസ് കൊണ്ടേ നടക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്നു. ഐ എൻജോയ്ഡ് ദ കമ്പാനിയൻഷിപ്പ് ഓഫ് ഡ്രിങ്കിങ് ഫ്രണ്ട്സ്. ഞാൻ കുടിയന്മാരായ കൂട്ടുകാരുടെ സഹവർത്തിത്വം സന്തോഷപൂർവ്വം അല്ലെങ്കിൽ ആനന്ദിച്ചു. ബട്ട് ഐ ബിഗാൻ ടു നോട്ടീസ്, ഞാൻ പിന്നീട് ശ്രദ്ധിക്കാൻ തുടങ്ങി, ദാറ്റ് ദെയർ വാസ് ദിസ് ഡിഫറൻസ് ബിറ്റ്വീൻ അസ്. ഞാനിക്കും ആ കമ്പാനിയനായിട്ട് വരുന്ന, അല്ലെങ്കിൽ കൂട്ടുകാരായിട്ട് വരുന്ന കുടിയന്മാരും തമ്മിൽ എന്തോ ഒരു വ്യത്യാസമുണ്ട്. ദേ വേർ സ്റ്റിൽ സാറ്റിസ്ഫൈഡ് വിത്ത് 1 or 2 ഡ്രിങ്ക്സ്. ആ കൂട്ടുകാർ 1 or 2 മദ്യം കഴിച്ചു കഴിയുമ്പോൾ അവർ വളരെ സന്തോഷവന്മാരും അവർ സംതൃപ്തരുമാണ്. ബട്ട് ആൽക്കഹോൾ വാസ് ഹാവിങ് എ ഡിഫറെന്റ് എഫക്ട് ഓൺ മീ. പക്ഷേ മദ്യം കഴിക്കുന്ന എനിക്ക് മദ്യം കഴിച്ചു കഴിയുമ്പോൾ അതിന്റെ എഫക്ട് എന്നിൽ സംഭവിക്കുന്നത് വ്യത്യസ്തമായിട്ടാണ്. മൈ സിസ്റ്റം സീംഡ് ടു നീഡ് മോർ ആൽക്കഹോൾ ദാൻ ദേഴ്സ്. അതായത് എന്റെ ശരീരം അവര് കഴിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ടുള്ള മദ്യം ആവശ്യപ്പെടുന്നു. ഇൻ retrospect, my only conclusion is that this time I was becoming more physically sensitive to and losing my tolerance for alcohol. അപ്പോ ഇവിടെ വെച്ചിട്ട് ഞാൻ ഒരു കാര്യം തിരിച്ചറിയാൻ തുടങ്ങി. അതായത് ഒരു കൺക്ലൂഷൻ, ഒരു പൊതുവായിട്ടുള്ള ഒരു കൺക്ലൂഷൻ, ഒരു തീർച്ചപ്പെടുത്തലിൽ ഞാൻ എത്തി. എന്താണ്? എന്റെ ശരീരം കൂടുതൽ സെൻസിറ്റീവായി മാറിയിരിക്കുന്നു. എനിക്ക് മദ്യത്തെ സ്വീകരിക്കുന്നതിനുള്ള ടോളറൻസ്, അല്ലെങ്കിൽ ആ ശരീരം സഹിക്കുന്ന ടോളറൻസ് ലെവല് കുറയുന്നു, അല്ലെങ്കിൽ ലോസിങ്, നഷ്ടപ്പെടുന്നു. ബട്ട് ഒബിയസ്ലി മൈ ഇൽനെസ് വാസ് പ്രോഗ്രസീവ്. എന്റെ മദ്യപാന രോഗം, അല്ലെങ്കിൽ അതിന്റെ അസുഖം പുരോഗമിക്കുന്നതാണ്. ബിക്കോസ്
ഇറ്റ് വാസ് വെരി ലോങ് അൻറ്റിൽ ഐ സ്റ്റാർട്ടഡ് എക്സ്പീരിയൻസിങ് ബ്ലാക്ക് ഔട്ട്സ്. അതായത് പലപ്പോഴും ഈ പറയുന്ന രോഗം ഞാൻ തുടരുകയും ഞാൻ പലപ്പോഴും ബ്ലാക്ക് ഔട്ട്സ് അനുഭവിക്കുകയും ചെയ്തു. There were times when I would lose my car. അങ്ങനെ എനിക്ക് കാർ നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടായി. അറ്റ് ദിസ് ഡിസ്റ്റൻസ് ഇറ്റ് സീംസ് ഫണ്ണി. ഇത് വളരെ തമാശകരമായിട്ട് നമുക്ക് തോന്നും. ബട്ട് ഇൻ ദോസ് ഡേയ്സ് ഇറ്റ് വാസ് എ സീരിയസ് ബിസിനസ്. അതായത് ഇപ്പോൾ വളരെ അകലെ നിൽക്കുന്ന ഈ സമയത്ത് എനിക്ക് അതൊരു തമാശയായിട്ട് തോന്നുന്നു. പക്ഷെ അന്നത്തെ കാലത്ത് അതെനിക്ക് ഗൗരവമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. വിത്ത് സം സീരിയസ് തിങ്കിങ് ഇൻ മൈൻഡ്. വളരെ കുടിച്ച മനസ്സ്, ഗൗരവകരമായി കുടിച്ച മനസ്സ്. ഐ വുഡ് ടേക്ക് ഗ്രേറ്റ് കെയർ ടു പാർക്ക് മൈ കാർ ഇൻ സം ഇൻകൺസ്പീഷ്യസ് പ്ലേസ് സം ഡിസ്റ്റൻസ് ഫ്രം വേർ ഐ അറ്റൻഡ് ടു ഡു ദിസ് ഡ്രിങ്കിങ്. അതായത് ഞാൻ കുടിക്കുന്നതിനായി പോകുന്നതിന് മുമ്പ് കാറ് ഞാനൊരു പാർക്കിംഗ് സ്ഥലത്ത് സ്പേസിൽ ഇട്ടു. അവിടെ നിന്ന് കുറച്ച് അകലെ പോയാണ് ഞാൻ കുടിച്ചത്. ആഫ്റ്റർ സെവറൽ അവേഴ്സ്, കുറെ മണിക്കൂറുകൾക്ക് ശേഷം ഐ വുഡ് റിട്ടേൺ only to find that it was in there. ഞാൻ തിരിച്ചു വന്നപ്പോൾ ആ കാറ് അവിടെ ഇല്ല. അറ്റ്ലീസ്റ്റ് ഇറ്റ് വാസിൻറ്റ് വേർ ഐ തോട്ട് ഐ ഹാഡ് ലെഫ്റ്റ് ഇറ്റ്. ഏതായാലും ഒരു പക്ഷേ ഞാൻ വിചാരിച്ചിരുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ ഞാൻ അന്നേരം വിചാരിച്ചിരുന്ന സ്ഥലത്ത് ആ കാറില്ല. ദെൻ ഐ വുഡ് സ്റ്റാർട്ട് വാക്കിംഗ് അപ്പ് ബ്ലോക്സ്. അങ്ങനെ ഞാൻ ഓരോ ഇടവഴികളിലൂടെയും കാർ അന്വേഷിച്ച് നടന്നു തുടങ്ങി. വൺ വേ ആൻഡ് ഡൗൺ ബ്ലോക്ക് ആർ ദ അതർ വേ. അങ്ങനെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ബ്ലോക്സിലൂടെ അല്ലെങ്കിൽ ഓരോ ഇടവഴികളിലൂടെയും അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അൻറ്റിൽ ഐ വുഡ് ഫൈനലി ലൊക്കേറ്റ്. ഞാൻ അവസാനം അത് കണ്ടുപിടിച്ചു. യൂഷ്വലി ഇൻ ആൻ എൻറ്റയർലി ഡിഫറെന്റ് ഡയറക്ഷൻ. അത് വളരെയധികം വ്യത്യസ്തമായ ഒരു ഡയറക്ഷനിലാണ് ദാൻ എവർ വേർ എവർ വാസ് ഷുവർ ഐ ഹാഡ് പാർക്ക്ഡ് ഇറ്റ്. അതായത് വേറൊരു ഡയറക്ഷനിലാണ് ഞാൻ കൊണ്ടുപോയത്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എവിടെയാണ് അത് പാർക്ക് ചെയ്യുന്നതെന്ന് അറിഞ്ഞുകൂടായിരുന്നു. ഓൺ ദീസ് ഒക്കേഷൻസ്, ഇത്തരം സമയങ്ങളിൽ ഐ വുഡ് ഓൾവേസ് എൻഡ് അപ്പ് വിത്ത് എ ഫീലിംഗ് ഓഫ് റിമോഴ്സ്. അപ്പോ ഞാൻ ഈ സമയത്തൊക്കെ എനിക്ക് വളരെയധികം റിമോഴ്സ് ഉണ്ടാവും. നോട്ട് ഫോർ റിമൂവ്ഡ് ഫ്രം എ ലോത്തിങ് ഓഫ് മൈസെൽഫ് ആൻഡ് ദ കണ്ടീഷൻ ഐ വാസ് ഇൻ. അപ്പം പലപ്പോഴും ഞാൻ എന്തൊരു പ്രത്യേക പ്രതിസന്ധിയിലാണ് വന്നിരിക്കുന്നത്, അങ്ങനെയുള്ള ഒരു രീതിയിൽ ഞാൻ എന്നെ തന്നെ കുറ്റം പറയുന്നത് പോലെ, അല്ലെങ്കിൽ കുറ്റം വിധിക്കുന്നത് പോലെ ഞാൻ ചെയ്യുമായിരുന്നു. ആൻഡ് ഓഫ് കോഴ്സ് അതുപോലെ തന്നെ ഐ വാസ് ഓൾവേസ് ടെറിബിളി അഫ്രൈഡ്. ഞാൻ വളരെ ഗൗരവപരമായി ഭയപ്പെടാനും ഓഫ് ബീയിങ് സീൻ ബൈ സമ്മൺ ഹു ന്യൂ മീ. ആരെങ്കിലും അറിയുന്ന ആൾ എന്നെ കാണുമോ എന്നും ഞാൻ ഭയപ്പെട്ടു. ഇറ്റ് വാസ് ഇൻ ലോങ് അൻറ്റിൽ ട്രാവലിംഗ് ഈവൻ ബൈ ട്രെയിൻ ബിക്കേം എ ഹസാർഡ്. അപ്പോ ഈ പറയുന്ന പോലെ ട്രെയിനിൽ യാത്ര ചെയ്യുന്നതും ട്രാവൽ ചെയ്യുന്നതും ഒരു ഹസാർഡായിരുന്നു. ഐ കുഡ് സം ഹൗ മാനേജ് ടു ക്യാച്ച് എ ട്രെയിൻ. പലപ്പോഴും എനിക്ക് ഒരു ട്രെയിനിലേക്ക് കയറാൻ തന്നെ ബുദ്ധിമുട്ടിയിരുന്നു. പക്ഷെ എനിക്ക് എങ്ങനെയൊക്കെയോ ഞാൻ ട്രെയിനിൽ കയറി. ബട്ട് ഓൾ ടു ഓഫൺ ഇറ്റ് വാസ് നോട്ട് ദ ട്രെയിൻ വിച്ച് ഐ ഇന്റൻഡഡ് ടു ക്യാച്ച്. പലപ്പോഴും അങ്ങനെ പോകുമ്പോൾ ഞാൻ ഏത് ട്രെയിനിലാണോ കയറേണ്ടത് ആ ട്രെയിനിലല്ല ഞാൻ കയറിയത്. പലപ്പോഴും വേറെ ദിശയിലേക്ക് പോകുന്ന ട്രെയിനിൽ ഞാൻ കയറി. സംടൈംസ് ഇറ്റ് വുഡ് ബി ഗോയിങ് ഇൻ ദ റോങ് ഡയറക്ഷൻ. പലപ്പോഴും ഇത് മറ്റ് റോങ് ഡയറക്ഷനിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത്. ആൻഡ് ഐ വുഡ് എൻഡ് അപ്പ് in a town or city where I had no intention to being and therefore had no business to transact. അപ്പോൾ പലപ്പോഴും ഈ ട്രെയിനിൽ ഞാൻ പോകുമ്പോൾ വേറെ ദിശയിലേക്കാണ് പോയിരുന്നത്. പലപ്പോഴും ഞാൻ വേറെ ദിശയിലെ ടൗണിൽ പോയി ഇറങ്ങി, അല്ലെങ്കിൽ അവിടുത്തെ സിറ്റിയിൽ പോയി ഇറങ്ങി. എനിക്ക് യാതൊരുവിധ ഇന്റൻഷനും ഇല്ല, അല്ലെങ്കിൽ താല്പര്യവും അവിടെ പോകേണ്ട കാര്യമില്ല. കാരണം ബിസിനസ് ഒന്നുമില്ല, അവിടെ ഒരു ട്രാൻസാക്ഷനും നടക്കാനില്ല. പക്ഷേ ഞാൻ പലപ്പോഴും തെറ്റായ ദിശയിലൂടെ ട്രെയിനിൽ കയറി അവിടേക്ക് പോയി ഇറങ്ങി. ഹാവിങ് ബ്ലാക്ക് ഔട്ട്സ് ഓൾസോ മീൻ ദാറ്റ് ഐ കുഡിന്റ് ക്ലിയർലി റിമെമ്പർ. അപ്പോൾ ബ്ലാക്ക് ഔട്ട് കൊണ്ട് പലപ്പോഴും എനിക്ക് കൃത്യമായിട്ട് ഓർമ്മകൾ കിട്ടിയില്ല, അല്ലെങ്കിൽ ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. ഓൾ ഓഫ് വാട്ട് ഹാഡ് ട്രാൻസ്പയർഡ് ദ നൈറ്റ് ബിഫോർ. അതായത് കഴിഞ്ഞ ദിവസം രാത്രി എന്തൊക്കെയാണ് സംഭവിച്ചത് എന്ന് ബ്ലാക്ക് ഔട്ട് കൊണ്ട് കൃത്യമായി ഞാൻ ഓർത്തെടുക്കാൻ സാധിക്കുന്നില്ല. ആൻഡ് ദെൻ ഇറ്റ് വാസ് ഓൺലി എ ഷോർട്ട് സ്റ്റെപ്പ് ടു നോട്ട് ബീയിങ് ഏബിൾ ടു റിമെമ്പർ എനി ഓഫ് ഇറ്റ്. അപ്പോൾ ചെറിയ ചെറിയ സ്റ്റെപ്പുകളിലൂടെ ഞാൻ പലപ്പോഴും പല കാര്യങ്ങളും ഓർത്തെടുക്കാൻ ശ്രമിക്കും. പക്ഷെ
ബീയിങ് ഏബിൾ ടു റിമെമ്പർ എനി ഓഫ് ഇറ്റ്. പലപ്പോഴും പല കാര്യങ്ങളും കൃത്യമായി എനിക്ക് ഓർക്കാൻ സാധിച്ചിരുന്നില്ല. ദിസ് ബിക്കേം വെരി എംബാരസിങ് ടു മീ. എന്നെ നാണം കെടുത്തുന്ന ഒരവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ ലജ്ജ വരുത്തുന്ന ഒരവസ്ഥയിലേക്ക് ഇത് വരുത്തി. ഐ ബിഗാൻ ടു അവോയ്ഡ് ഡിസ്കസിങ് ദ ഹാപ്പനിങ് ഓഫ് ദ നൈറ്റ് ബിഫോർ. എന്തൊക്കെയാണ് ഇന്നലെ രാത്രി സംഭവിച്ചതെന്ന് ഞാൻ പലപ്പോഴും ചർച്ച ചെയ്യാതെയായി. ഇൻഫാക്ട് ആ കാരണത്താൽ ഐ നോ ലോങ്ങർ വാണ്ടഡ് ടു ടോക്ക് അബൌട്ട് മൈ ഡ്രിങ്കിങ്. പിന്നീട് ഞാൻ എൻ്റെ കുടിയെ പറ്റി ആരെങ്കിലും സംസാരിക്കുന്നത് നിർത്തി, അല്ലെങ്കിൽ ഞാൻ അതിനെപ്പറ്റി സംസാരിക്കാതെ ഐ ടു ഡ്രിങ്കിങ് എലോൺ. അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് കുടിക്കാൻ തുടങ്ങി. അപ് ടു ദിസ് പോയിന്റ്, ഈ സമയത്ത്, ഈ ഘട്ടത്തിൽ വെച്ച് മൈ റൈസ് ഇൻ ദ ബിസിനസ് വേൾഡ് ഹാഡ് ബീൻ സ്റ്റഡി. എൻ്റെ ബിസിനസ്സിലെ കാര്യങ്ങളെല്ലാം കൃത്യമായി സ്റ്റഡി ആയിട്ട് പോയി. ഐ ഹാഡ് ബിക്കം വൈസ് പ്രസിഡന്റ് ഓഫ് ദ കനേഡിയൻ എൻഡ് ഓഫ് എ ലാർജ് കമ്പനി നോൺ ദ വേൾഡ് ഓവർ. അപ്പോൾ ലോകം മുഴുവനും അറിയപ്പെടുന്ന ഒരു കനേഡിയൻ വലിയൊരു കമ്പനിയുടെ വൈസ് പ്രസിഡന്റായി ഞാൻ ജോലി ചെയ്തു. നൗ ഐ ഫൗണ്ട് മൈസെൽഫ് ഡിലേയിങ് മേക്കിംഗ് ഡിസിഷൻസ്. പലപ്പോഴും ഈ സമയങ്ങളിൽ ചില തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ഞാൻ താമസിച്ചു തുടങ്ങി. പുട്ടിങ് ഓഫ് അപ്പോയിന്റ്മെന്റ്സ് ബിക്കോസ് മൈ ഐസ് വെയർ ബ്ലഡ് ഷോട്ട്. പല അപ്പോയിന്റ്മെന്റുകൾ ഞാൻ നീക്കി വെച്ചു, കാരണം എൻ്റെ കണ്ണ് ചോര കലങ്ങി കിടക്കുന്നത് പോലെ കടന്നു. ആൻഡ് ഐ ഡിഡിൻ ഫീൽ സോ വെൽ. പലപ്പോഴും എനിക്ക് നല്ല ആരോഗ്യമുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ അപ്പോയിന്റ്മെന്റുകൾ നീട്ടിവെച്ചു. ഇറ്റ് വാസ് ഡിഫിക്കൽട്ട് ഫോർ മീ. ഇതെന്നെ വളരെ ബുദ്ധിമുട്ടിലാക്കി ടു കോൺസെൻട്രേറ്റ് ആൻഡ് ഈവൻ ടു ഫോളോ ക്ലോസ്ലി എ ബിസിനസ് കോൺവെർസേഷൻ. പലപ്പോഴും പല ബിസിനസ് ചർച്ചകളും വളരെ ശ്രദ്ധാപൂർവം കേൾക്കുന്നതിനും അതിനെ വളരെ അടുത്ത് നിന്ന് ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ പിന്തുടരുന്നതിനും പലപ്പോഴും എനിക്ക് ബുദ്ധിമുട്ടായി മാറി. ടൈം ആൻഡ് ടൈം, സമയം പോകും തോറും, അല്ലെങ്കിൽ പോകെ എഗെയിൻ ഐ വെന്റ് ഓൺ ദ വാഗൺ. ഞാൻ വീണ്ടും ആ വലിയ കുടിയിലേക്ക്, അല്ലെങ്കിൽ വാഗൺ എന്ന് പറഞ്ഞാല് വീണ്ടും ആ കുടിയുടെ വണ്ടിയിൽ കയറി. ഐ സാഡ് ഐ വാസ് ത്രൂ വിച്ച് ഡ്രിങ്ക്. അതായത് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാല് ഞാൻ വീണ്ടും കുടിയിലേക്ക് പോയി. ആൻഡ് അറ്റ് ദ ടൈം ആക്ച്വലി മീൻഡ് സെറ്റ് വാട്ട് ഐ സെഡ്. ആ സമയത്ത് ഞാൻ പറഞ്ഞത് തന്നെ വീണ്ടും സംഭവിച്ചു. ദ എൻഡ് റിസൾട്ട് വാസ് ഓൾവേസ് ദ സെയിം. എപ്പോഴും ഇതിന്റെ പരിണത ഫലം എന്ന് പറയുന്നത് ഒരുപോലെ തന്നെയാണ്. സൂണർ ഓർ ലേറ്റർ, പെട്ടെന്നോ അല്ലെങ്കിൽ സാവധാനമോ, ഐ സ്റ്റാർട്ടഡ് ഇൻ ഓൾ ഓവർ അഗെയിൻ. ഞാൻ വീണ്ടും പഴയ പോലെ തന്നെ കുടി തുടങ്ങി. ആൻഡ് ബിഞ്ചസ് കെയിം ക്ലോസർ ആൻഡ് ക്ലോസർ ടുഗദർ. പലപ്പോഴും കുടിയുടെ ഇടവേളകൾ കൂടുതൽ അടുത്തു വന്നു തുടങ്ങി. അതായത് ആദ്യമൊക്കെ ഒരു 5-6 മാസം കുടിച്ചോണ്ടിരുന്ന ആള് വീണ്ടും മാസങ്ങൾ അല്ലെങ്കിൽ ആഴ്ചകൾ ഇടവേളകളിൽ കുടിക്കാൻ തുടങ്ങി. അപ്പൊ ക്ലോസർ ടു ക്ലോസർ, വളരെയധികം ക്ലോസർ ആൻഡ് ക്ലോസർ ടുഗദർ. അപ്പോ കുടിയുടെ ആ ഇടവേളകൾ കുറഞ്ഞു വന്നു. ഫ്രം ടൈം ടു ടൈം ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ് സ്പോക്ക് ടു മീ അബൌട്ട് മൈ ഡ്രിങ്കിങ്. അപ്പോൾ സമയാസമയങ്ങളിൽ എൻ്റെ കൂട്ടുകാരും ബന്ധുക്കളും എൻ്റെ കുടിയെ പറ്റി എന്നോട് സംസാരിക്കാൻ തുടങ്ങി. മൈ വൈഫ് ആൻഡ് ഫാമിലി ആസ്ക്ഡ് മീ ടു കൺട്രോൾ ഇറ്റ്. എൻ്റെ ഭാര്യയും എൻ്റെ കുടുംബവും എന്നോട് പറഞ്ഞു, നിങ്ങൾ ഈ കുടി നിയന്ത്രിക്കണം. ടു പുൾ മൈസെൽഫ് ടുഗദർ, ടു യൂസ് മൈ വിൽ പവർ. അതായത് നീ നിങ്ങളെ തന്നെ ഇതിൽ നിന്ന് പിൻവലിക്കണം, നിങ്ങൾ നിങ്ങളുടെ ഇച്ഛാശക്തി ഉപയോഗിക്കണം. ടു ഡ്രിങ്ക് ലൈക്ക് എ ജെന്റിൽമാൻ, നിങ്ങൾ ഒരു മാന്യനായ വ്യക്തിയെ പോലെ കുടിക്കണം. ഐ മെയ്ഡ് ഡസൻസ് ഓഫ് പ്രോമിസസ്, ഞാൻ ഡസൻ കണക്കിന് വാഗ്ദാനം നൽകി. ആൻഡ് അറ്റ് ദ ടൈം ഓഫ് മേക്കിംഗ് ദം, ഞാൻ ആ വാഗ്ദാനങ്ങൾ, അല്ലെങ്കിൽ ഞാൻ ഈ കുടിക്കില്ല എന്നുള്ള വാഗ്ദാനങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്ത് ഐ സിൻസിയർലി മീൻ ടു കീപ് എവരി വൺ. എനിക്കറിയാം, ഞാൻ കൃത്യമായി അത് പാലിക്കപ്പെടണമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് വാഗ്ദാനങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നത്. ഐ ബിക്കേം ടു ഡിഫറെന്റ് പീപ്പിൾ. വൺ പേഴ്സൺ വെൻ ഐ വാസ് സോബർ ആൻഡ് ആൻ എൻറ്റയർലി ഡിഫറെന്റ് വൺ വെൻ ഐ വാസ് ഡ്രിങ്കിങ്. ഞാൻ രണ്ടാളായി മാറുകയായിരുന്നു. ഒരാൾ എന്ന് പറയുന്നത് ഞാൻ സുബോധാവസ്ഥയിൽ നിൽക്കുന്ന ആളും, പിന്നീട് വളരെയധികം വ്യത്യസ്തനായ ഒരാൾ ഞാൻ കുടിക്കുന്ന സമയത്ത് ഒരാൾ. അങ്ങനെ ഞാൻ 2 വ്യക്തിയായി മാറി. ഐ ഡിസ്കവേർഡ് ദ മോർണിംഗ് ഡ്രിങ്ക് ആൻഡ് സൂൺ ഇറ്റ് ടുക്ക് 2, 3 or 4 ടു സ്ട്രൈറ്റൻ മീ ഔട്ട്. പലപ്പോഴും ഞാൻ രാവിലെകളിലെ കുടി 1, 2, 3, ചിലപ്പോൾ 4 ആയി കൂട്ടി കൊണ്ടിരുന്നു. അങ്ങനെ രാവിലെകളിൽ കുടിച്ചു തുടങ്ങി. ഐ ഹാഡ് ദ ഷേക്സ് സോ ബാഡ്ലി. ഞാൻ വരയ്ക്കാൻ തുടങ്ങി. ദാറ്റ് ഷേവിങ് ബിക്കേം എ ടാസ്ക്. ഞാൻ ഷേവ് ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു പ്രതിസന്ധി ഘട്ടമായി മാറി. ദാറ്റ് ഐ ഫിയർഡ് ആൻഡ് ഡ്രേഡഡ് ബിക്കോസ് മൈ ഹാൻഡ് വാസ് സോ അൺസ്റ്റഡി. കാരണം ഞാൻ ഭയപ്പെട്ടു. ഞാൻ പലപ്പോഴും ഷേവ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ എൻ്റെ കൈകൾ അൺസ്റ്റഡിയായി, അല്ലെങ്കിൽ വിറയാർന്ന കൈകളായി മാറി.
I discovered that the shakes came only when I allowed the alcoholic content of my system to drop too low. പലപ്പോഴും ഞാൻ ആ ഷെയ്ക്ക്, അതായത് കൈ വരയ്ക്കുന്ന കാര്യം എപ്പോഴാണ് ഞാൻ വളരെയധികം കുറഞ്ഞ അളവിൽ എൻ്റെ ആൽക്കഹോൾ എൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ മാത്രമേ എൻ്റെ കൈ വരയ്ക്കുന്നുള്ളൂ. ഓൾ ടു ഓഫൺ വെൻ ഐ ബ്രോട്ട് ഇറ്റ് അപ്പ് വിത്ത് സം സ്റ്റിഫ് ജോയിൽ ഐ വെന്റ് ഇൻ ടു എ ബ്ലാക്ക് ഔട്ട്. ഞാൻ അതിനോടൊപ്പം വീണ്ടും ഞാൻ വീണ്ടും വീണ്ടും കുടിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ബ്ലാക്ക് ഔട്ടിലേക്ക് പോയി, അല്ലെങ്കിൽ ബോധം പോകുന്ന അവസ്ഥയിലേക്ക് പോയി. സ്ട്രൈക്കിംഗ് ആൻഡ് ഈവൻ ബാലൻസ് സീംഡ് ബിയോണ്ട് മൈ പവർ. അപ്പോൾ ഈ സമയത്ത് എന്റെ ശക്തി കൊണ്ട് എനിക്ക് ഒരു ബാലൻസ് നിർത്തുന്ന കാര്യം നഷ്ടപ്പെട്ടു. അതൊരു അപ്പുറത്തുള്ള കാര്യമായി മാറി. ഐ വിൽ നെവർ ഫോർഗോട്ട് ദ ഫസ്റ്റ് ടൈം ഐ ബിക്കം കോൺഷ്യസ് ഓഫ് ദാറ്റ് ഓവർ പവറിംഗ് കമ്പൽഷൻ. ഞാൻ ഈ ഇങ്ങനെ കുടിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു ശക്തിയുടെ നിർബന്ധം ഞാൻ ഒരിക്കലും മറക്കുകയില്ല. അത് എൻ്റെ കോൺഷ്യസ്, എൻ്റെ മനസ്സിൽ ഇങ്ങനെ കടന്നു വന്നു. നോ മാറ്റർ വാട്ട് ഹാപ്പൻ, എന്തൊക്കെ സംഭവിച്ചാലും ഐ സിംപ്ലി ഹാഡ് ടു ഹാവ് എ ഡ്രിങ്ക്. എനിക്ക് ഒരു കുടിച്ചേ പറ്റൂ. ദിസ് കമ്പൽഷൻ സൂൺ ബിക്കേം പാർട്ട് ഓഫ് മൈ മേക്കപ്പ്. അങ്ങനെയുള്ള ഈ കമ്പൽഷൻ അല്ലെങ്കിൽ ഈ നിർബന്ധം പിന്നീട് എൻ്റെ ജീവിതത്തിലെ മേക്കപ്പ് ചെയ്യുന്നത് പോലെ എൻ്റെ ഭാഗമായി മാറി. വൺ മൺഡേ മോർണിംഗ്, ഒരു ദിവസം തിങ്കളാഴ്ച രാവിലെ, വെൻ ദ കമ്പൽഷൻ വാസ് ഓൺ മീ, എനിക്ക് ആ നിർബന്ധം, കുടിക്കാനുള്ള നിർബന്ധം എന്നിൽ വന്നു. ഐ മെറ്റ് ആൻ ഓൾഡ് ഡ്രിങ്കിങ് ഫ്രണ്ട്. ഞാൻ ഒരു പഴയകാല കൂട്ടുകാരനെ കണ്ടുമുട്ടി. അവർ മീറ്റിംഗ്സ് വാസ് ജനറലി ദ സിഗ്നൽ ഫോർ എ ബെൻഡർ ഓഫ് സം പ്രൊപ്പോർഷൻസ്. അപ്പൊ ഞങ്ങളുടെ കണ്ടുമുട്ടൽ എന്ന് പറയുന്നത് ചില സൂചനകളായിരുന്നു. അതിന്റെ ചില ഭാഗങ്ങൾ എന്ന് പറയുന്നത് ചില സൂചനകളായിരുന്നു. ഐ ഓൾവേസ് തോട്ട് ദാറ്റ് ഹി വാസ് ദ വൺ ഹൂ ഷുഡ് വാച്ച് ഹിസ് ഡ്രിങ്കിങ് ഹാബിറ്റ്സ്, നോട്ട് മീ. അപ്പോൾ ഞാൻ പലപ്പോഴും വിചാരിച്ചിരുന്നത് അവനാണ് വലിയ കുടിയൻ, അല്ലെങ്കിൽ വലിയ കുടിയുടെ ഒരു ഹാബിറ്റ് ഉള്ളവൻ അവനാണ്, ഞാനല്ല. ഓൺ ദിസ് പർട്ടിക്കുലർ മോർണിംഗ്, ഈ ഒരു പ്രത്യേക ദിവസത്തെ രാവിലെ, ഹി വാസ് ക്ലിയർ ഐഡ് ആൻഡ് സോബർ. അവനെ നോക്കിയപ്പോൾ അവന്റെ കണ്ണുകൾ വളരെ വ്യക്തമാണ്, അവൻ സുബോധത്തിലിരിക്കുന്നു. ട്രൂലി എ മൈനർ മിറാക്കിൾ ഫോർ മൺഡേ. അതൊരു ചെറിയ അത്ഭുതം തന്നെയായിരുന്നു. തിങ്കളാഴ്ച ദിവസം രാവിലെയാണ്. ഹി ലുക്ക്ഡ് വെൽ, അവൻ നോക്കുമ്പോൾ നന്നായിരിക്കുന്നു. ആൻഡ് ഹി ലുക്ക്ഡ് ഹാപ്പി, അവൻ വളരെ സന്തോഷവാനായിരിക്കുന്നു. ഹി സെഡ് ഹി ഫെൽറ്റ് ഫൈൻ. അവൻ എന്നോട് പറഞ്ഞു അവന് നന്നായിരിക്കുന്നത് പോലെ ഫീൽ ചെയ്യുന്നു, അല്ലെങ്കിൽ അങ്ങനെയാണ്. ആൻഡ് ദാറ്റ് ഹി ഹാഡ് സ്റ്റോപ്പ്ഡ് ഡ്രിങ്കിങ്. അതായത് അവൻ കുടി നിർത്തിയത് കൊണ്ട് അവന് ഒരു കുഴപ്പമില്ല, അവൻ ഓക്കെ ആണെന്നാണ് അവൻ പറയുന്നത്. ഐ ആസ്ക്ഡ് ഹിം വെദർ ഹി ഹാഡ് ഗോട്ട് റിലീജിയൻ. എവിടെ നിന്നാണ് നിനക്ക് മതം കിട്ടിയത്? ഹി സെഡ് നോ, അങ്ങനെയൊന്നുമില്ല. ബട്ട് ദാറ്റ് ഹി ഹാഡ് ജോയിൻഡ് ഞാൻ ആൽക്കഹോളിക്സ് അനോണിമസിൽ ചേർന്നു. ദാറ്റ് വാസ് ദ ഫസ്റ്റ് ടൈം. അത് ആദ്യത്തെ സമയമാണ്. ഐ ഹാഡ് എവർ ഹിയർഡ് ഓഫ് സച്ച് ആൻ ഓർഗനൈസേഷൻ. ആ തരത്തിലുള്ള ഒരു ഓർഗനൈസേഷനെ പറ്റി കേട്ട ആദ്യത്തെ സമയമാണത്. സിൻസ് ഹി കുഡിന്റ് പ്രൊഡ്യൂസ് എ ഡ്രിങ്ക്, അതായത് അവന് ഹി കുഡിന്റ് പ്രൊഡ്യൂസ് എ ഡ്രിങ്ക്, ഐ വെന്റ് ഓൺ മൈ വേ ആൻഡ് ഫോർഗോട്ട് അബൌട്ട് ഇറ്റ്. ഞാൻ എന്നിരുന്നാൽ തന്നെയും ആൽക്കഹോളിക്സിനെ പറ്റി കേട്ടിരുന്നാലും അവന് കുടിക്കാൻ കഴിയാത്തത് കൊണ്ട് ഞാൻ എൻ്റെ വഴിക്ക് കുടിക്കാനായി പോയി. അവൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ മറന്നു. ഫ്രം ദിസ് ടൈം ഓൺ, ഈ സമയം മുതൽ, മൈ ഡ്രിങ്കിങ് പ്രോഗ്രസ്ഡ് റാപ്പിഡ്ലി. എൻ്റെ കുടി കൂടി വന്നു, പുരോഗമിച്ചുകൊണ്ടേയിരുന്നു. മൈ ഫാമിലി ലൈഫ് ഡെട്രോറേറ്റഡ്, ഏകദേശം നശിക്കുന്ന രീതിയിലായി എൻ്റെ ഫാമിലി ലൈഫ്, കുടുംബജീവിതം. മൈ ഫ്രണ്ട്സ് നോ ലോങ്ങർ വാണ്ട് ടു ഡ്രിങ്ക് വിത്ത് മീ. എൻ്റെ കൂട്ടുകാർക്ക് എൻ്റെ കൂടെ കുടിക്കാനായിട്ട് ആവശ്യമില്ല, അല്ലെങ്കിൽ അവർക്ക് താല്പര്യമില്ല. ബിസിനസ് ട്രിപ്സ് ഓൾവേസ് ബിക്കം ബെൻഡേഴ്സ്. പലപ്പോഴും ബിസിനസ് ട്രിപ്പുകൾ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുള്ളതാക്കി, അല്ലെങ്കിൽ വൺ ബെൻഡർ എൻഡഡ് ബൈ സ്റ്റാർട്ടിങ് അനദർ. അപ്പോൾ ഈ പറയുന്ന പോലെ ബെൻഡർ എന്ന് പറഞ്ഞാൽ വളഞ്ഞുകൂടിയിരിക്കുക. അപ്പോൾ ഒരു ബിസിനസ് ആവശ്യത്തിന് മറ്റൊരു ബിസിനസ് ആവശ്യത്തിലേക്ക് പോകുമ്പോഴത്തേക്കും ഇങ്ങനെ തന്നെ ബെൻഡർ ആയിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ വളഞ്ഞുകൂടിയിരിക്കുന്ന അവസ്ഥയിലായി. ഐ ഡിസ്കവേർഡ് ദാറ്റ് ദ കോൺഷ്യസ് വാസ് ദ ഓൺലി പാർട്ട് ഓഫ് എ ഹ്യൂമൻ ബീയിങ് ദാറ്റ് വാസ് സോലുബിൾ ഇൻ ആൽക്കഹോൾ. അതായത് എനിക്കൊരു കാര്യം മനസ്സിലായി, എൻ്റെ ഈ മനസാക്ഷി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മനസ്സുകൊണ്ടുള്ള ഈ കുടി നിർത്തണമെന്നുള്ള ചിന്തകൾ എന്ന് പറയുന്നത്, അത് മനുഷ്യന്മാർക്കുടെ കൂടെ ഉണ്ട്. പക്ഷെ അത് മദ്യം വരുമ്പോൾ അത് അലിഞ്ഞു ചേരും. എന്ന് വെച്ചാൽ ആ തീരുമാനങ്ങളെല്ലാം മദ്യത്തിൽ അലിഞ്ഞു പോകും. ഐ ലൈഡ് അബൌട്ട് മൈ ഡ്രിങ്കിങ്.
ഞാൻ എൻ്റെ കുടിയെ പറ്റി നുണ പറയാൻ തുടങ്ങി. ഐ ലൈഡ് അബൌട്ട് എവറിഥിങ് എൽസ്. ഞാൻ എല്ലാത്തിനെയും പറ്റി നുണ പറയാൻ തുടങ്ങി. ഈവൻ തിങ്സ് ദാറ്റ് ഡിഡിൻ മാറ്റർ. അതായത് എനിക്ക് ഒരു കാര്യമില്ലെങ്കിൽ പോലും ഞാൻ നുണ പറയാൻ തുടങ്ങി. ഐ തോട്ട് ദാറ്റ് എവരി വൺ വാസ് വാച്ചിങ് മീ. എനിക്ക് എന്റെ ചിന്തകൾ എന്ന് വെച്ചാൽ എല്ലാവരും എന്നെ നോക്കുന്നു എന്നാണ്. The company for what I worked told me politely but firmly that unless I controlled my drinking, we would have to part. I promised to do better and mend my ways. അപ്പോൾ എൻ്റെ കമ്പനി എന്നോട് പറഞ്ഞു, വളരെ പൊളൈറ്റ് ആയിട്ട് അല്ലെങ്കിൽ വളരെ വിനയാന്വിതരായി വളരെ സാവധാനം എന്നോട് ഒരു കാര്യം പറഞ്ഞു. നീ നിന്റെ കുടിയെ നിയന്ത്രിക്കണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അതിനെ പറ്റി ശ്രദ്ധിക്കേണ്ടി വരും. ഞാൻ അവരോട് വാഗ്ദാനം ചെയ്തു, ഞാൻ നന്നാവും, ഞാൻ അങ്ങനെ നന്നാവുന്ന ഒരു മനസ്സിലേക്ക് വരും. ഐ വാസ് ഡ്രങ്ക് വിത്തിൻ എന്താവർ. അങ്ങനെ പറഞ്ഞതിന് ശേഷം ഞാൻ മണിക്കൂറുകൾക്ക് ശേഷം വീണ്ടും കുടിച്ചു. 2 months later, 2 മാസത്തിന് ശേഷം I appeared drunk at a meeting and the next day I was on my own. അപ്പോ 2 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ ഒരു കമ്പനി മീറ്റിങ്ങില് കുടിച്ചിട്ട് വന്നു. അങ്ങനെ ഞാൻ എന്റെ വഴിയിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങി. I promptly went on the wagon. വീണ്ടും ഞാൻ ഈ പറയുന്ന കുടിയുടെ വാഗണിൽ കയറി. ഗോട്ട് അനദർ ഗുഡ് പൊസിഷൻ ആൻഡ് സ്റ്റേഡ് സോബർ ഫോർ എ ഇയർ. അതിനുശേഷം കഴിഞ്ഞ പ്രാവശ്യത്തെ കനേഡിയൻ കമ്പനിയിൽ ജോലി പോയതിനു ശേഷം അദ്ദേഹം കുറച്ചു കാലം സോബറായിട്ട് നിന്നു. അങ്ങനെ 1 വർഷത്തേക്ക് വേറൊരു കമ്പനിയിൽ ജോലി കിട്ടി. ഓൾദോ ദിസ് ന്യൂ പൊസിഷൻ ഓഫേർഡ് മെനി ഓപ്പർച്യൂണിറ്റീസ്. അപ്പോ ഈ പുതിയ ജോലിയും എനിക്ക് ധാരാളം അവസരങ്ങൾ തുറന്നു തന്നു. ഐ ഡിഡ് നോട്ട് ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ദം. ഞാൻ ഒരു തരത്തിലും അത് തന്നെ യൂട്ടിലൈസ് ചെയ്യാനോ അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് എടുക്കാനോ നോക്കിയില്ല. ഐ ആം ഷുവർ ദാറ്റ് ദിസ് വാസ് ബിക്കോസ് ഐ ഫൗണ്ട് ഔട്ട് ദാറ്റ് ബീയിങ് ഓൺ ദ വാഗൺ വാസ് ദ മോസ്റ്റ് മിസറബിൾ ഓഫ് ഓൾ എക്സിസ്റ്റൻസ്. അപ്പോൾ ഞാൻ വളരെ വളരെ ശ്രദ്ധാപൂർവമാണ് ആ ജോലി ചെയ്തത്. കാരണം വീണ്ടും കുടിച്ച് ആ വണ്ടിയിൽ കയറി പോകുന്നത് വളരെ ഊഹിക്കാൻ പറ്റാത്ത രീതിയിൽ നിലനിൽപ്പിനെ തന്നെ ഭീഷണിപ്പെടുത്തുന്ന ഒരു കാര്യമാണെന്ന് എനിക്ക് മനസ്സിലായി. ഐ വാസ് മൂഡി ആൻഡ് ഇറിറ്റബിൾ. പലപ്പോഴും ഞാൻ നിരാശനും അല്ലെങ്കിൽ വളരെയധികം നിരാശനും അസ്വസ്ഥനുമായിരുന്നു. ബട്ട് മൈൻഡ് വാസ് നെവർ അറ്റ് റെസ്റ്റ്. എൻ്റെ മനസ്സ് ഒരിക്കലും റെസ്റ്റ് ചെയ്തില്ല. ഐ ഇമാജിനഡ് ഓൾ സോർട്ട് ഓഫ് തിങ്. ഞാൻ എനിക്ക് ചിന്തിക്കാവുന്ന ഭാവനയിൽ വരുത്താവുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചിന്തിച്ചു. ഐ വറീഡ് അബൌട്ട് ദ പാസ്റ്റ്. ഞാൻ എൻ്റെ പാസ്റ്റിനെ ഓർത്ത്, എൻ്റെ ഭൂതകാലത്തെ ഓർത്ത് ഞാൻ ദുഃഖിച്ചു. ആൻഡ് ഐ കുഡ് സീ നോ ഹോപ്പ് ഫോർ ദ ഫ്യൂച്ചർ. ഞാൻ എൻ്റെ ഭാവിയിൽ ഒരു പ്രതീക്ഷയും കണ്ടെത്താനായില്ല. ഓൺ ഒക്കേഷൻസ്, പല അവസരങ്ങളിലും ഐ അറ്റൻഡ് പാർട്ടീസ്. ഞാൻ പലപ്പോഴും പാർട്ടികൾക്ക് പോയി തുടങ്ങി. വേർ ദർ വാസ് സം ഡ്രിങ്കിങ് ആൻഡ് ഗുഡ് നേച്ചേർഡ് ഫൺ. അതായത് അവിടെ വളരെ കുറച്ച് മദ്യവും വളരെ നല്ല രീതിയിലുള്ള തമാശകൾ ഉള്ളിടത്ത് ഞാൻ പാർട്ടികളിൽ പോയി തുടങ്ങി. ഐ ഹേറ്റഡ് എവരി മിനിറ്റ് ഓഫ് ഇറ്റ്. ഞാൻ അവിടെ ഇരിക്കുന്ന ഓരോ നിമിഷവും വെറുക്കാൻ തുടങ്ങി. ബിക്കോസ് ഐ ജസ്റ്റ് കുഡ് നോട്ട് ജോയിൻ ഇൻ വിത്ത് ദിസ് വൺ. എനിക്ക് ഇവരുടെ ഈ തമാശകളിൽ ചേർന്നിരിക്കാൻ പറ്റുന്നില്ല. ഐ സാറ്റ് മൊറോസ്ലി ബൈ മൈസെൽഫ്. ഞാൻ എന്നെ തന്നെ ഏകാന്തനായി എന്നെ തന്നെ ഒറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു. വാണ്ടറിങ് ഹൗ സൂൺ ദ എൻലെസ് ഈവനിങ് വുഡ് ബി ഓവർ. അപ്പോൾ ഈ വൈകുന്നേരം എങ്ങനെയാണ് ഒന്ന് അവസാനിക്കുന്നതെന്ന് ശപിച്ച് ഞാനിരുന്നു. ഇൻ സോ ഷോർട്ട്, വളരെ ചുരുക്കത്തിൽ, ഐ വാസ് ജസ്റ്റ് പ്ലെയിൻ സോറി ഫോർ മൈസെൽഫ്. ഞാൻ പലപ്പോഴും എന്നോട് തന്നെ ക്ഷമിക്കാൻ പറ്റാത്ത രീതിയിൽ ഇരുന്നു. ആഫ്റ്റർ സെവറൽ ഈവനിങ്സ് ലൈക്ക് ദിസ്, അങ്ങനെ അനേകം വൈകുന്നേരങ്ങൾ ഇങ്ങനെ കടന്നുപോയി. ഐ ഡിഡ് എവറിഥിങ് ഐ കുഡ് ടു അവോയ്ഡ് സോഷ്യൽ എൻഗേജ്മെന്റ്. സാമൂഹിക ചുറ്റുപാടുകളിൽ പോകുന്ന അല്ലെങ്കിൽ സോഷ്യൽ എൻഗേജ്മെന്റിന് പോകുന്ന എല്ലാം ഞാൻ ഒഴിവാക്കി. ആൻഡ് ഫെൽറ്റ് മോർ ലോൺലി. ഞാൻ കൂടുതൽ ഏകാന്തനായി ഇരുന്നു ദാൻ എവർ ബിഫോർ. ഇതിനു മുമ്പ് ഒരു കാലത്ത് നിൽക്കാത്ത രീതിയിൽ ഞാൻ ഏകനായി. ഐ ഹാഡ് ലോസ്റ്റ് ദ ആർട്ട് ഓഫ് ബീയിങ് ഫ്രണ്ട്ലി. ഞാൻ മറ്റുള്ളവരോട് സൗഹൃദം സ്ഥാപിക്കുക എന്നുള്ള ആ കല എന്നിൽ നഷ്ടപ്പെട്ടു. ദ പീപ്പിൾ ഐ ഹാഡ് ലൈക്ക്ഡ് ബെസ്റ്റ് ഇറിറ്റേറ്റഡ് മീ മോസ്റ്റ്. ഞാൻ ഇഷ്ടപ്പെട്ടിരുന്ന പല ആളുകളും എന്നെ എന്നെ കൊണ്ട് അസ്വസ്ഥരായി, അല്ലെ എന്നെ കാണുമ്പോൾ അസ്വസ്ഥരായി. അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ, ഈ വർഷം അവസാനം, ഐ ഫെൽ ഓഫ് ദ വാഗൺ. ഞാൻ വീണ്ടും ആ വണ്ടിയിൽ കുടിക്കാനായി കയറി. വാഗൺ എന്ന് ഉദ്ദേശിക്കുന്നത് മദ്യത്തിന്റെ ഒരു ഇതില് കയറി പോകുന്നതിനെയാണ്. പ്രോമിസിങ് മൈസെൽഫ്, ഞാൻ എന്നോട് തന്നെ വാഗ്ദാനം ചെയ്തു, ദാറ്റ് ഐ വുഡ് സ്റ്റോപ്പ് ആഫ്റ്റർ എ ജസ്റ്റ് ഡ്രിങ്ക് ഓർ ടു.
അതായത് ഒരു കുടിയെടുത്തതിന് ശേഷം അല്ലെങ്കിൽ രണ്ട് കുടിയെടുത്തതിന് ശേഷം നിർത്താമെന്ന് പറഞ്ഞാണ് ഞാൻ ആ വാഗണിൽ കയറുന്നത്. വിത്തിൻ 2 വീക്സ്, 2 ആഴ്ച കൊണ്ട് ഐ വാസ് ഡ്രിങ്കിങ് ഹാർഡർ ദാൻ ഐ എവർ ഹാർഡ് ബിഫോർ. 2 ആഴ്ച കൊണ്ട് മുമ്പെങ്ങുമില്ലാത്ത തരത്തിൽ വളരെയധികം ഞാൻ കുടിക്കാൻ തുടങ്ങി. ദ ഓൺലി വേ, ഒരു വഴി, ഐ ന്യൂ ടു ഡ്രൈവ് അവേ റിമോഴ്സ് വാസ് ടു ഡ്രിങ്ക് മോർ ആൻഡ് മോർ. ഈ തരത്തിലുള്ള ഈ റിമോഴ്സുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്റെ ഒരാവശ്യം എന്ന് പറയുന്നത് ഈ ഇങ്ങനെയുള്ള കുടിയെടുക്കുക, വീണ്ടും വീണ്ടും കുടിക്കുക എന്നാണെന്ന് ഞാൻ മനസ്സിലാക്കി. ആഫ്റ്റർ 9 months ഓഫ് മെന്റൽ സഫറിങ്, മാനസികമായിട്ടുള്ള ഈ ബുദ്ധിമുട്ടുകളെല്ലാം 9 മാസങ്ങളോളം കടന്നുപോയി. ആൻഡ് ഫിസിക്കൽ ടോർച്ചർ, എന്റെ ശാരീരികമായ സഹനങ്ങൾ തുടർന്നു. ഐ സാറ്റ് അറ്റ് ഹോം വൺ നൈറ്റ്, ഞാൻ എന്റെ വീട്ടിൽ രാത്രിയിൽ ഇരിക്കുകയാണ്. എലോൺ വിത്ത് എ ബോട്ടിൽ ബിസൈഡ് മീ, ആ രാത്രിയിൽ എന്റെ അടുത്ത് ഒരു മദ്യത്തിന്റെ കുപ്പിയുമുണ്ട്. ഐ ഹാഡ് ബീൻ ഡ്രിങ്കിങ് ഹാർഡ് ഓൾ ഡേ, ഞാൻ ആ ദിവസം പകൽ നന്നായി കുടിച്ചുകൊണ്ടേയിരുന്നു. ബട്ട് നോ മാറ്റർ ഹൗ, എങ്ങനെയായിരുന്നാലും വെൻ ഐ ഡ്രാങ്ക് ദ ഷേക്സ് ഡിഡ് നോട്ട് ഈവൻ ഡിമിനിഷ്, ഞാൻ കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ എന്റെ ആ വിറ ഒരിക്കലും മാറുന്നില്ല. മൈ മൈൻഡ് വാസ് ക്ലിയർ, എന്റെ മനസ്സ് വളരെ ശാന്തമായിരുന്നു, വ്യക്തമായിരുന്നു. ബട്ട് ദ ബോട്ടിൽ ഓൺ വിച്ച് ഐ ഡിപ്പെൻഡ് ഡിഡ് നോട്ട് ഡു എനിത്തിങ് ഫോർ മീ. ഈ പറയുന്ന മദ്യത്തിന്റെ കുപ്പി എനിക്ക് ഒരു സഹായവും ചെയ്യില്ല, അല്ലെങ്കിൽ ഒന്നും ചെയ്യില്ല. മൈ വേ ഓഫ് ലൈഫ് പാസ്ഡ് ബിഫോർ മീ ആസ് ഓൺ എ സ്ക്രീൻ. അതെന്റെ ജീവിത വഴികൾ ഒരു മുമ്പിലെ ഒരു സ്ക്രീൻ, തിരശീലയിലെ പോലെ ഇങ്ങനെ കടന്നുപോയി. ഐ സോ ഹൗ ഐ ഹാഡ് സ്ലിപ്ഡ്, ഞാൻ ഓർത്തു ഞാൻ എങ്ങനെയാണ് വീണ്ടും വീണത്. ആൻഡ് ഹൗ റാപ്പിഡ്ലി ഐ വാസ് ഡിട്രോട്ടേറ്റിംഗ്, എത്ര പെട്ടെന്നാണ് ഞാൻ നശിച്ചു പോയത്. ദ ക്യൂർ ഓഫ് ദ ബോട്ടിൽ, മദ്യം കുപ്പി സുഖപ്പെടുത്തുമെന്നുള്ള എന്റെ ചിന്ത, ഓൺ വിച്ച് ഐ ഹാഡ് ഗ്രോൺ ടു ഡിപ്പെൻഡ്, ആ മദ്യക്കുപ്പി എന്നെ സുഖപ്പെടുത്തുമെന്നുള്ള ചിന്ത എന്നെ അതിന്റെ അടിമയാക്കി, അല്ലെങ്കിൽ അതിനെ ആശ്രയിക്കുന്ന രീതിയിലാക്കി. നോ ലോങ്ങർ വർക്കഡ്, പക്ഷേ ഇപ്പോൾ അത് പ്രവർത്തിക്കുന്നില്ല. ഐ ബ്രോക്ക് ഔട്ട് ഇൻ എ കോൾഡ് സ്വീറ്റ്, ഞാൻ വളരെയധികം തണുത്ത് വേർത്തു. ഐ വാസ് വിത്തൗട്ട് ഹോപ്പ്, എനിക്ക് പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടു. ഐ കുഡ് നോട്ട് സ്റ്റോപ്പ് ഡ്രിങ്കിങ്, എനിക്കൊരു കാര്യം മനസ്സിലായി, എനിക്ക് കൂടി നിർത്താൻ കഴിയുകയില്ല. ദ സീലിംഗ് കെയിം ഡൗൺ, എന്റെ ഈ സീലിംഗ് അല്ലെങ്കിൽ മച്ച് എന്റെ താഴത്തേക്ക് ഇടിഞ്ഞു വരികയാണ്. ദ വാൾസ് പ്രസ്ഡ് ഇൻ, ഈ ഭിത്തികൾ എന്നെ അടിച്ചമർത്തുകയാണ്. ദ ഫ്ലോർ കെയിം അപ്പ്, താഴെ നിന്ന് ഫ്ലോർ ഉയർന്നു വരികയാണ്. ഐ കുഡ് തിങ്ക് ഓഫ് നോ ആൻസർ, എനിക്ക് എത്ര ചിന്തിച്ചിട്ടും ആൻസർ കിട്ടുന്നില്ല. ത്രീ സീംഡ് നോ വേ ഔട്ട്, എനിക്ക് പല വഴിക്കും ചിന്തിച്ചു. ദേർ സീംഡ് നോ വേ ഔട്ട്, എനിക്ക് ഈ പറയുന്ന വഴിയിൽ നിന്ന് പുറത്തു കടക്കാനായിട്ട് എനിക്ക് ഒരു രീതിയിലും എനിക്ക് സാധിക്കുന്നില്ല, പുറത്തു കടക്കാനായി സാധിക്കുന്നില്ല. ദേർ സീംഡ് നോ വേ ഔട്ട്, വാസ് ഇറ്റ് ടു ലേറ്റ്, ഇത് വളരെ ഞാൻ കുടി നിർത്താനായിട്ട് വളരെ താമസിച്ചു പോയോ? ദേർ ജസ്റ്റ് വാസ് ഇൻ എനി യൂസ് ഓഫ് ടേക്കിംഗ് അനദർ ഡ്രിങ്ക്, മറ്റൊരു കുടിയെടുക്കുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും ഉപയോഗമുണ്ടോ? ഈവൻ ദാറ്റ് ഡിഡിൻ ഹെൽപ്പ്, അത് എന്നെ സഹായിക്കുകയില്ല എന്നറിഞ്ഞിട്ട് കൂടി എന്തുകൊണ്ടാണ് ഞാൻ അടുത്ത കുടിയെടുക്കുന്നത്? ദെൻ അക്രോസ് മൈ മൈൻഡ്, എന്റെ മനസ്സിന്റെ ഉള്ളിലൂടെ കെയിം ദ പിക്ചർ ഓഫ് മൈ ഡ്രിങ്കിങ് ഫ്രണ്ട്, എന്റെ കുടിയനായിരുന്ന കൂട്ടുകാരന്റെ ചിത്രം എന്നിൽ തെളിഞ്ഞു വന്നു. ഹും ഐ ഹാഡ് മെറ്റ് 3 years ബിഫോർ, 3 വർഷക്കാലം മുമ്പ് അവനെ കണ്ടത്. ക്ലിയർ ഐഡ് ആൻഡ് സോബർ, വളരെ വ്യക്തമായ കണ്ണുകളോടെ സുബോധവാനായിരുന്ന എന്റെ കൂട്ടുകാരൻ. ദെൻ ആൻഡ് ദെയർ ഐ ഡിസൈഡ് ടു ട്രൈ എ, അവിടെ നിന്ന് ഞാനൊരു കാര്യം തീരുമാനിച്ചു, എനിക്ക് ഒന്ന് ശ്രമിച്ചു നോക്കാം. ഐ പുട്ട് ദ ബോട്ടിൽ അവേ, ഞാൻ ആ കുപ്പി ദൂരേക്ക് മാറ്റി വെച്ചു. നെക്സ്റ്റ് മോർണിംഗ്, അടുത്ത രാവിലെ, ഐ മേഡ് മൈ ഫസ്റ്റ് കോണ്ടാക്ട് വിത്ത് എ എം, ഞാൻ എൻ്റെ ആദ്യത്തെ കോണ്ടാക്ട് എ എമ്മായി ചെയ്തു. ഐ വാസ് ആസ്ക്ഡ് സം ക്വസ്റ്റ്യൻസ്, ഞാൻ ആദ്യം അവരോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു. വൺ ഓഫ് വിച്ച് വാസ്, ആ ചോദ്യത്തിൽ ഒന്ന് ഇതാണ്: ഡു യു ടേൺ ടു ലോവർ കമ്പാനിയൻഷിപ്പ് ആൻഡ് ഇൻഫീരിയർ എൻവയോൺമെന്റ് വൈൽ ഡ്രിങ്കിങ്? എന്നോട് അവർ കുറെ ചോദ്യങ്ങൾ ചോദിച്ചു, ആൽക്കോളിസംസിലെ അംഗങ്ങൾ കുറെ ചോദിച്ചു. അതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ ഇതാണ്: നിങ്ങളുടെ സൗഹൃദ ബന്ധങ്ങൾ കുറച്ചു കൊണ്ടുവരികയും ഇൻഫീരിയർ എൻവയോൺമെന്റ്, അതായത് ഏകാന്തനായി ഇരിക്കുന്ന ഒരു അപകർഷതാബോധത്തിൽ ഇരിക്കുന്ന ഒരു എൻവയോൺമെന്റ് സൃഷ്ടിച്ചിട്ടുണ്ടോ കുടിക്കുന്ന സമയത്ത്? അഷേംഡ്, ലജ്ജാകരമായി. ഫെൽറ്റ് ആസ് ഇഫ് ദേ ഹാഡ് ബീൻ റീഡിങ് മൈ മെയിൽ. അപ്പൊ അവര് ഇദ്ദേഹം ചിന്തിക്കുകയാണ്,
അവരെന്റെ മനസ്സ് വായിക്കുകയോ എന്റെ മെയിൽ വായിച്ചിട്ടാണോ ഇത് പറയുന്നത്? ദിസ് ആൻഡ് അതർ ക്വസ്റ്റ്യൻസ്, ഇങ്ങനെയുള്ള പല ചോദ്യങ്ങൾ കൺവീൻസ്ഡ് മീ. എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ദാറ്റ് ദർ വെയർ പീപ്പിൾ ഹു അണ്ടർസ്റ്റുഡ് മൈ പ്രോബ്ലം. അവിടെ എന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. വൺ തിങ് മൈ എ ഫ്രണ്ട് സെഡ് ടു മീ ദാറ്റ് മോർണിംഗ് വാസ്, ഒരിക്കൽ അന്നത്തെ രാവിലെ എൻ്റെ ആൽക്കോളിക്സ് അനോണിമസിലെ കൂട്ടുകാരൻ എന്നോട് ആ രാവിലെ പറഞ്ഞത്, ടുഡേ കുഡ് ബി ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഡേ ഇൻ യുവർ ലൈഫ്. അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്, ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്. ഇറ്റ് വാസ് ആൻഡ് സ്റ്റിൽ ഈസ്. അങ്ങനെ തന്നെയായിരുന്നു പിന്നീട് അങ്ങോട്ട്. ഫോർ നത്തിങ് ബട്ട് ഗുഡ് ഹാസ് കം ടു മീ ത്രൂ എ. എനിക്ക് നല്ലത് മാത്രമേ പിന്നീട് ആൽക്കോളിക്സ് അനോണിമസിലൂടെ വന്നിട്ടുള്ളൂ. ആഫ്റ്റർ അഡ്മിറ്റിംഗ് ആൻഡ് അക്സെപ്റ്റിംഗ്, ഞാൻ അങ്ങനെ സമ്മതിക്കുകയും സ്വീകരിക്കുകയും ദ ഫാക്ട് ദാറ്റ് ഐ വാസ് പവർലെസ് ഓവർ ആൽക്കഹോൾ, അതായത് മദ്യത്തിന് മുന്നിൽ ഞാൻ ശക്തിഹീനനാണെന്ന് സമ്മതിക്കുകയും സ്വീകരിക്കുകയും ചെയ്തപ്പോൾ, മൈ ഫസ്റ്റ് ഗ്രേറ്റ് ഫീലിംഗ് ഓഫ് റിലീഫ്, എൻ്റെ ആദ്യത്തെ വലിയ ഒരു ആശ്വാസം എന്ന് പറയുന്നത് വാസ് ദാറ്റ് ഐ വാസ് നോ ലോങ്ങർ അലോൺ. ഞാൻ ഇനി മുതൽ തനിച്ചല്ല, ഏകനല്ല. ഐ വാസ് ഇൻ എ ഫെലോഷിപ്പ് ഓഫ് പീപ്പിൾ. ഞാൻ ഇപ്പോൾ ഒരു കൂട്ടം ആളുകളുടെ കൂട്ടത്തിലാണ്, അല്ലെങ്കിൽ കൂട്ടായ്മയിലാണ്. ഹൂ ഹാഡ് ദ സെയിം പ്രോബ്ലം ദാറ്റ് ഐ ഹാഡ്. അവർക്കെല്ലാം എന്റേതായ സമാന പ്രശ്നമുള്ള ആളുകളാണ്. ഇൻഡീഡ് മോസ്റ്റ് ഓഫ് ദ ഹാഡ് ബീൻ വെരി മച്ച് വേഴ്സ് ഓഫ് ദാൻ ഐ. അതുപോലെ തന്നെ അവരിൽ പലരും എന്നെക്കാളും വളരെ മോശക്കാരായി കുടിച്ച് നടന്നവരാണ്. അവർ ആ ഫെലോഷിപ്പിലുണ്ട്. ഹാവിങ് എൻജോയ്ഡ് ഗുഡ് കമ്പാനിയൻഷിപ്പ് ഫോർ മെനി ഇയേഴ്സ്. ധാരാളം വർഷങ്ങളില് ഞാൻ നല്ല സൗഹൃദ ബന്ധം അനുഭവിച്ചു. മൈ ലോൺലിനെസ് നിയർ ദ എൻഡ് ഓഫ് മൈ ഡ്രിങ്കിങ്. അപ്പൊ കുടിക്കുന്ന സമയത്തുള്ള എൻ്റെ ഏകാന്തത പൂർണ്ണമായി അവസാനിച്ചു. ഹാർഡ് ബിക്കം എ റിയൽ ഹെൽപ്പ് ടു മീ. ആ സമയത്ത് ആ ഏകാന്തത എന്നെ സംബന്ധിച്ചുള്ള ഒരു നരകമായിരുന്നു. ബട്ട് ദിസ് ന്യൂ ഫെലോഷിപ്പ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് പീപ്പിൾ, അപ്പോൾ ഇപ്പോഴത്തെ ഈ കൂട്ടായ്മയിലെ മനസ്സിലാക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഗേവ് മീ ന്യൂ ലൈഫ്, എനിക്ക് ഒരു പുതിയ ജീവിതം തന്നു. ആൻഡ് ന്യൂ സ്ട്രെങ്ത്, എനിക്കൊരു പുതിയ ശക്തി തന്നു. ഐ നൗ റിയലൈസ്, ഇപ്പോൾ ഞാൻ തിരിച്ചറിയുന്നുണ്ട്, ദാറ്റ് ആൻ ആൽക്കഹോളിക് കനോട്ട് ഗെറ്റ് അലോങ് അലോൺ. അപ്പൊ ഒരു ആൽക്കഹോളിക്കിന് ഒരിക്കലും ഒറ്റയ്ക്കിരിക്കാൻ കഴിയുകയില്ല. എനി മോർ ദാൻ എനിവൺ എൽസ് ക്യാൻ. ഇനി അങ്ങോട്ട് ആർക്കെങ്കിലും എപ്പോഴെങ്കിലും ഒറ്റയ്ക്കാകാൻ സാധിക്കുകയില്ല. അങ്ങനെ ഒരു തിരിച്ചറിവ് എനിക്ക് കിട്ടി. ഐ ലൈക്ക് ഓൾ മെൻ, ഞാൻ എല്ലാ ആളുകളെയും ഇഷ്ടപ്പെട്ടു തുടങ്ങി. വാസ് എ സോഷ്യൽ ബീയിങ് ഹൂ, അതായത് സാമൂഹ്യപരമായിട്ടുള്ള ബന്ധങ്ങളുള്ള, ഡെസ്പറേറ്റ്ലി നീഡഡ് ഫെലോഷിപ്പ് ആൻഡ് അക്സെപ്റ്റൻസ്. അപ്പോൾ കൂട്ടായ്മയും സ്വീകരണവും ആവശ്യമുള്ള ഒരു പറ്റം ആളുകൾ, അവരെ ഞാൻ ഇഷ്ടപ്പെടാൻ തുടങ്ങി. ദിസ് ഐ ഫൗണ്ട് ഇൻ എ. ഇതാണ് ഞാൻ എയിൽ കണ്ടെത്തിയത്. വേർ ഹാൻഡ്സ് വെയർ റീച്ച്ഡ് ഔട്ട് ടു മീ, എനിക്ക് കൈകൾ എന്നെ സഹായിക്കാനായി വന്നു. ഐ വാസ് നോട്ട് കണ്ടാംഡ്. On the contrary, I was greatly encouraged by these people who spoke my language, and what was so important offered me hope. അവര് എന്നോടൊപ്പം എന്നെ എൻകറേജ് ചെയ്യുകയും എൻ്റെ ഭാഷ സംസാരിക്കുകയും ചെയ്തു. അതുകൂടാതെ അതിനും പ്രധാനമായി അവരെനിക്ക് പ്രതീക്ഷകൾ വാഗ്ദാനം ചെയ്തു. വെൻ ഐ ബിക്കം എ മെമ്പർ ഓഫ് എ, ഞാൻ ഒരു ആൽക്കോളിക്സ് അനോണിമസിൽ അംഗമായി കഴിഞ്ഞപ്പോൾ, ഐ ഇമ്മീഡിയറ്റ്ലി വെന്റ് ടു ദി പ്രസിഡന്റ് ഓഫ് ദ കമ്പനി. ഞാൻ എൻ്റെ പ്രസിഡന്റ് ആയിട്ടുള്ള എൻ്റെ കമ്പനിയിലെ പ്രസിഡന്റിന്റെ അടുത്തേക്ക് ചെന്നു. ഫോർ വിച്ച് ഐ വർക്ക്ഡ് ആൻഡ് ടോൾഡ് ഹിം അബൌട്ട് ഇറ്റ്. ഞാൻ ഇപ്പോൾ എന്താണ് ചെയ്യുന്നതെന്ന് അവനോട് പറഞ്ഞു. ഹിസ് ഹാർട്ട്ലി ഹാൻഡ് ഷേക്ക്, അവൻ എന്നെ ഹൃദയപൂർവ്വം കൈകൊട്ടുന്നു. ആൻഡ് അൺമിസ്റ്റേക്കിംഗ്ലി ലുക്ക് ഓഫ് അപ്രൂവൽ വേർ ഓൾ ദാറ്റ് പാസ്ഡ് ബിറ്റ്വീൻ അസ്. അപ്പോ അൺമിസ്റ്റേക്കബിൾ ലുക്ക് ഫോർ അപ്രൂവൽ. അപ്പോ പിന്നീട് അങ്ങോട്ടുള്ള മുൻപ് നടന്ന പല കാര്യങ്ങളും മറന്നുകൊണ്ട് അദ്ദേഹം ഒരു അംഗീകാരം നൽകി. ദാറ്റ് വാസ് എനഫ്. അത്രയും മതിയായിരുന്നു എനിക്ക്. ഐ ന്യൂ ഐ വാസ് ഓൺ മൈ വേ അപ്പ് അഗെയിൻ. ഞാൻ എൻ്റെ വഴിയിലേക്ക് നടന്നു നീങ്ങുകയാണ്. ആസ് ലോങ് ആസ് ഐ റിമെമ്പേർഡ്, ഞാൻ എപ്പോഴും ഓർക്കേണ്ടിയിട്ടുണ്ട്, ടു സ്റ്റേ അവേ ഫ്രം ദ ഫസ്റ്റ് ഡ്രിങ്ക്, ഞാൻ ആദ്യത്തെ കുടിയിൽ നിന്ന് ഒഴിവായി നിൽക്കണമെന്ന് ഞാൻ എപ്പോഴും ഓർക്കണം. ആ സോബർ ഡേയ്സ് പാസ്ഡ് ഇൻ ടു സോബർ വീക്സ്. അങ്ങനെ ചില സോബർ ഡേയ്സ്, ദിവസങ്ങൾ, സുബോധത്തിലെ ദിവസങ്ങൾ പിന്നീട് സുബോധത്തിലെ മാസങ്ങൾ, ആഴ്ചകളായി മാറി. ഐ വാസ് സൂൺ ബാക്ക് ഇൻ ദ കോൺഫിഡൻസ് ഓഫ് മെൻ ഹൂ വൺസ് അഗെയിൻ റെസ്പെക്റ്റഡ് മൈ ജഡ്ജ്മെന്റ് ഇൻ ബിസിനസ്. പിന്നീട് ഞാനൊരു ആത്മവിശ്വാസത്തിലേക്ക് വന്നു. പലപ്പോഴും ഞാൻ പിന്നീട് എൻ്റെ ബിസിനസ്സിൽ ഉണ്ടാക്കുന്ന
ചില വിധികൾ അല്ലെങ്കിൽ ജഡ്ജ്മെന്റ് അംഗീകരിക്കുന്ന രീതിയിലേക്ക് കടന്നു വന്നു. ഐ നോ ലോങ്ങർ ഹാഡ് എനി ഫിയർ ഓഫ് ഇന്റർവ്യൂസ് വിത്ത് ഫെലോ എക്സിക്യൂട്ടീവ് ബിക്കോസ് മൈ ഐസ് വെയർ ക്ലിയർ ആൻഡ് മൈ ഹാൻഡ് വാസ് സ്റ്റഡി. പിന്നീട് അങ്ങോട്ട് ഞാൻ ഒരിക്കലും എൻ്റെ ഇന്റർവ്യൂകളെ ഭയപ്പെട്ടില്ല. എൻ്റെ കൂടെയുള്ള വർക്ക് ചെയ്യുന്ന എക്സിക്യൂട്ടീവുകളുമായിട്ടുള്ള മീറ്റിങ്ങുകളിൽ ഞാൻ ഭയപ്പെട്ടില്ല. കാരണം എൻ്റെ കണ്ണുകൾ ഇപ്പോൾ വ്യക്തമാണ്, എൻ്റെ കൈകൾ ഇപ്പോൾ വിറയ്ക്കുന്നില്ല. മൈ ഹോം ലൈഫ് ഇംപ്രൂവ്ഡ്. എൻ്റെ കുടുംബജീവിതം ഇംപ്രൂവ് ചെയ്തു. ആൻഡ് ടുഡേ ഇറ്റ് ഈസ് ഹാപ്പിയർ ദാൻ എവർ ബിഫോർ. ഇന്ന് അത് വളരെ സമാധാനവും സന്തോഷമുള്ളതാണ്, ഇതിനു മുമ്പ് ഒരിക്കലും അങ്ങനെ ഉണ്ടാകാത്ത വിധത്തിൽ. സർട്ടൻലി, തീർച്ചയായും, ഐ സ്റ്റിൽ ഹാവ് മൈ അപ്സ് ആൻഡ് ഡൗൺസ്. എൻ്റെ ജീവിതത്തിൽ ഉയർച്ച താഴ്ചകൾ ഇപ്പോഴും ഉണ്ട്. ഇൻ മൈ ന്യൂ ലൈഫ് വിത്തൗട്ട് ആൽക്കഹോൾ. എൻ്റെ പുതിയ ജീവിതത്തിലെ ഈ മദ്യം കൂടാതെയുള്ള എൻ്റെ പുതിയ ജീവിതത്തിലെ ഉയർച്ച താഴ്ചകൾ ഉണ്ട്. ബട്ട് ഡ്യൂറിങ് മൈ ഇയേഴ്സ് ഇൻ എ, പക്ഷേ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ കൂടെയുള്ള വർഷങ്ങൾ, ഐ ഹാവ് ബീൻ ആൻഡ് ഐ ആം കണ്ടിന്യൂലി ലേണിംഗ് ടു അക്സെപ്റ്റ് ദ തിങ്സ് ഐ കനോട്ട് ചേഞ്ച്. എനിക്ക് ഒരു കാര്യം മനസ്സിലായി. ആൽക്കഹോളിക്സ് അനോണിമസിന്റെയുള്ള വർഷങ്ങളിൽ എനിക്ക് തുടർച്ചയായ ഒരു കാര്യം ഞാൻ പഠിച്ചു. എനിക്ക് ഒരു കാര്യം സ്വീകരിക്കേണ്ടത്, ഇനി എന്നെ കൊണ്ട് മാറ്റാൻ കഴിയാത്ത കാര്യങ്ങൾ ഞാൻ സ്വീകരിക്കണം. ബീയിങ് ഗിവൺ കറേജ് ടു ചേഞ്ച് ദ തിങ്സ് ഐ ക്യാൻ. എന്നെ കൊണ്ട് മാറ്റാൻ കഴിയുന്ന കാര്യങ്ങൾ മാറ്റാനുള്ള ധൈര്യം എന്നിലുണ്ടാകണം. ആൻഡ് ദ വിസ്ഡം ടു നോട്ട് ഡിഫറൻസ്. അതിന് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാനുള്ള ജ്ഞാനവും എനിക്കുണ്ടാകണം. ഹൗ ഹാസ് ഓൾ ദിസ് ഹാപ്പൻ ടു മീ? ഇതൊക്കെ എങ്ങനെയാണ് എന്നിന് സംഭവിച്ചത്? ഐ ഹാവ് ഓൾറെഡി മെൻഷൻഡ് ഹൗ ഇമ്പോർട്ടൻറ്റ് വാസ് ദ ന്യൂ ഫൗണ്ട് ഫെലോഷിപ്പ്. ഞാൻ നിങ്ങളോട് ഇപ്പോൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു എന്താണ് ഈ പുതിയ കൂട്ടായ്മ എനിക്ക് എത്രമാത്രം പ്രാധാന്യമുള്ളതാണെന്ന്. ബട്ട് ഐ ആം ഷുവർ, എനിക്ക് കാര്യം ഉറപ്പുണ്ട്, ദർ ഇസ് മോർ ടു ഇറ്റ് ദാൻ ദാറ്റ് അലോൺ. അങ്ങനെ ഒരു ഫെലോഷിപ്പിനെ കൂടാതെ കൂടുതൽ കാര്യങ്ങൾ ഇതിലുണ്ട് എന്ന് എനിക്ക് ഉറപ്പുണ്ട്. റൈറ്റ് ഫ്രം ദ സ്റ്റാർട്ട് ഓഫ് മൈ അറ്റൻഡിങ് എ മീറ്റിംഗ്, അതായത് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിംഗിൽ തുടങ്ങുന്നത് മുതൽ, ഐ ഹേർഡ് വേരിയസ് സ്പീക്കേഴ്സ് ഗീവ് ഓൾ ക്രെഡിറ്റ് ടു പവർ ഗ്രേറ്റർ ദാൻ അവർ സെൽസ്. പല സ്പീക്കർമാരും അവരുടെ ക്രെഡിറ്റ്, അല്ലെങ്കിൽ അവര് പവർ തന്നേക്കാൾ വലിയൊരു ശക്തിക്ക് ക്രെഡിറ്റ് കൊടുക്കുന്നതായി, അല്ലെങ്കിൽ അതിനെപ്പറ്റി പറയുന്നതായി ഞാൻ ശ്രദ്ധിച്ചു. വൺ മോർണിംഗ് ആസ് ഐ വാസ് വാക്കിംഗ് ടു വർക്ക്, ഞാൻ ഒരു ദിവസം രാവിലെ ഞാൻ ജോലി സ്ഥലത്തേക്ക് നടക്കുകയാണ്. ഫ്രം സീമിംഗ്ലി നോ വെയർ അറ്റ് ഓൾ there came a thought that there was possibility that I might never drink again. അപ്പൊ എൻ്റെ മനസ്സിലേക്ക് ഒരു ചിന്ത വന്നു, അതായത് എനിക്ക് നീ ഒരിക്കലും കുടിക്കാൻ സാധ്യതയില്ല എന്നുള്ളൊരു ചിന്ത എനിക്ക് വന്നു. ഐ ഹാവ് ഹാഡ് നോ ഡിസൈർ ടു ഡ്രിങ്ക് സിൻസ് ദാറ്റ് ടൈം. അതിനുശേഷം പിന്നീട് ഒരിക്കൽ പോലും എനിക്ക് ചിന്തകൾ ഉണ്ടായിട്ടില്ല, ഇങ്ങനെ കുടിക്കാവുന്നതിനെ പറ്റിയുള്ള ചിന്തകൾ പിന്നീട് ഒരിക്കലും ഉണ്ടായിട്ടില്ല. It was certainly nothing that I myself could have done that brought this new found peace. അതായത് ആ സമയത്തായിരിക്കാം ഒരു പക്ഷേ ഞാൻ ഈ പറയുന്ന പുതിയ ഈ സമാധാനം കണ്ടെത്തിയത്. there was only one answer. ഇപ്പോൾ നമ്മൾക്ക് ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ. This power greater than myself had, അതായത് ഇപ്പോൾ എനിക്ക് ഒരു കാര്യം മാത്രമേ ഉള്ളൂ, അതായത് there was only one answer. ഒരു ഉത്തരം മാത്രം. എന്നേക്കാൾ ഒരു വലിയ ശക്തി, as to many others restored me to sanity. അതായത് മറ്റുള്ള എന്നെ പോലെ തന്നെ, എന്നെ സഹായിച്ചതുപോലെ തന്നെ അനേകം ആളുകളെയും ഈ പവർ ഗ്രേറ്റർ ദാൻ മൈസെൽഫ് സഹായിച്ചിട്ടുണ്ട്. അവരെ എല്ലാം എന്നെ പോലെ തന്നെ അവരെ സാനിറ്റിയിലേക്ക്, അല്ലെങ്കിൽ ശാന്തതയിലേക്ക്, സുബോധത്തിലേക്ക് നയിച്ചിട്ടുണ്ട്. ഫൈനലി, അവസാനമായി, ലെറ്റ് മീ സേ, എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. സേ ദാറ്റ് ഐ ആം ഷുവർ, എനിക്ക് ഉറപ്പുണ്ട്, ദാറ്റ് ഐ കുഡ് നോട്ട് ഹാവ് ഇൻ ദ പാസ്റ്റ് 7 years, കഴിഞ്ഞ 7 വർഷക്കാലം, നോർ ക്യാൻ ഐ in the future enjoy my happy and contented sobriety unless I try to share it with others. അതായത് കഴിഞ്ഞ 7 വർഷക്കാലമായിട്ട്, അതും ആ 7 വർഷക്കാലം മാത്രമല്ല, ഇനി അങ്ങോട്ട് ഭാവിയിലും ഞാൻ എൻ്റെ ഈ സന്തോഷവും എൻ്റെ ഈ സുബോധവും ഞാൻ മറ്റുള്ളവരുമായി പങ്കുവെച്ചില്ലെങ്കിൽ, അൺലെസ് ഐ ട്രൈ ടു ഷെയർ ഇറ്റ് വിത്ത് അതേഴ്സ്, മറ്റുള്ളവരുമായി പങ്കുവെച്ചില്ലെങ്കിൽ ഐ കുഡ് നോട്ട് ഹാവ്, എനിക്കിത് കയ്യിലിരിക്കുകയില്ല, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഇത് ഇരിക്കുകയില്ല അതെനിക്ക് മനസ്സിലായി. അത് തന്നെയാണ് കഴിഞ്ഞ 7 വർഷക്കാലം ചെയ്യുന്നത്, ഇനി ഭാവിയിൽ ഞാൻ അതാണ് ചെയ്യാൻ പോകുന്നത്. Therefore, my earnest hope in relating my experience, അതായത്
എന്റെ പ്രതീക്ഷകൾ എന്റെ അനുഭവങ്ങളുമായി ഹിയർ ഈസ് ദാറ്റ് ഇറ്റ് വിൽ ഹെൽപ്പ് സം നൺ. എന്റെ അനുഭവങ്ങൾ മറ്റ് ആളുകൾക്ക് പ്രതീക്ഷകൾ പകർന്നു നൽകുന്നതാണ്. എനിവൺ വിത്ത് എ ഡ്രിങ്കിങ് പ്രോബ്ലം, ആർക്കാണോ കുടിപ്രശ്നമുള്ളത്, ബട്ട് പർട്ടിക്കുലർലി ദാറ്റ് പേഴ്സൺ, പ്രത്യേകിച്ച് ആ ആൾക്ക്, ആ വ്യക്തിക്ക്, ഹൂ മേ സ്റ്റിൽ ബി ഹാങ്ങിങ് ഓൺ ടു ഹിസ് ജോബ് ഓർ ബിസിനസ്. ചിലപ്പോ അവന്റെ ജോലി ഇങ്ങനെ തൂങ്ങിക്കിടക്കുമായിരിക്കും, അവന്റെ ബിസിനസ് ഒരു പക്ഷെ തൂങ്ങിക്കിടക്കുക, നഷ്ടപ്പെടുന്ന രീതിയിൽ തൂങ്ങിക്കിടക്കുമായിരിക്കും. അപ്പോൾ അവന് ഒരു പ്രതീക്ഷ നൽകുന്നതാണ് എൻ്റെ അനുഭവങ്ങൾ. ഓർ മേ സ്റ്റിൽ ബി ഹോൾഡിങ് ഹിസ് ഹോം ടുഗദർ, അവനിപ്പോഴും വളരെ കഷ്ടപ്പെട്ടായിരിക്കാം അവന്റെ കുടുംബ ജീവിതത്തെ ചേർത്ത് പിടിക്കുന്നത്. അപ്പൊ എൻ്റെ അനുഭവങ്ങൾ അവനോട് പറയുമ്പോൾ അവനും അത് സഹായകമാവും. ഇറ്റ് ഹാസ് ഓഫൺ occurred to me with that if I had been a baseball player and had lost an arm, I would soon have reconciled myself to the fact that I could no longer play baseball. എനിക്ക് പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഞാൻ ഒരു ബേസ്ബോൾ പ്ലെയർ ആണെങ്കിൽ എൻ്റെ ഒരു കൈ നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക, എനിക്ക് ഒരു കാര്യം പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും, എനിക്ക് ബേസ്ബോൾ കളിക്കാൻ കഴിയുകയില്ല. സിമിലർലി, അതുപോലെ തന്നെ വിത്ത് ദ ഗ്രേറ്റ് ഹെൽപ്പ് ഓഫ് ദ ഫെലോഷിപ്പ്, ഈ വലിയ കൂട്ടായ്മയുടെ സഹായത്താൽ, ഐ ഹാവ് റീകൺസീൽഡ് മൈസെൽഫ്, ഞാൻ എന്നെ തന്നെ ഒരുക്കിയെടുത്തു, ടു ദി ഫാക്ട്, ചില തെളിവുകൾ വെച്ചുകൊണ്ട്, ദാറ്റ് ഐ ക്യാൻ ലോങ്ങർ ഹാൻഡിൽ ആൽക്കഹോൾ, എനിക്ക് മദ്യത്തെ കൈകാര്യം ചെയ്യാൻ കഴിയുകയില്ല. ഈവൻ ടു ദ എക്സ്റ്റെന്റ് ഓഫ് ടേക്കിംഗ് എ സിംഗിൾ ഡ്രിങ്ക്, ഇനി ഒരു ചെറിയ കുടി പോലും എനിക്ക് തുടരാൻ സാധിക്കുകയില്ല. എ ഹാസ് ഗിവൺ മീ എ ഹാപ്പി ആൻഡ് എൻഡൻജന്റ് വേ ഓഫ് ലിവിങ്, എനിക്ക് വളരെ സന്തോഷപൂർണമായ സംതൃപ്തിയുള്ള ജീവിതം എനിക്ക് നൽകി. ആൻഡ് ഐ ആം വെരി ഡീപ്ലി ഗ്രേറ്റ്ഫുൾ, ഞാൻ വളരെയധികം ആഴത്തിൽ കൃതജ്ഞതയുള്ള ആളാണ്. ടു ദി ഫൗണ്ടേഴ്സ്, നമ്മുടെ സഹസ്ഥാപകന്മാരോട്, ആൻഡ് എയർലി AA മെമ്പേഴ്സ്, എൻ്റെ മുൻകാല AA അംഗങ്ങളോട്, ഹു പ്ലോട്ടഡ് ദ കോഴ്സ് ആൻഡ് ഹു കെപ്റ്റ് ദ ഫേസ്, അതായത് ആരാണോ ഈ പ്രോഗ്രാം സ്വീകരിക്കുകയും ആരാണോ ഈ പ്രോഗ്രാം സ്വന്തം ജീവിതത്തിൽ വിശ്വസിച്ച് കീപ്പ് ചെയ്ത് കൊണ്ടുപോയ അവരോടെല്ലാം ഞാൻ വളരെയധികം നന്ദിയുള്ളവരാണ്, എൻ്റെ പഴമക്കാരോടും എൻ്റെ AA സ്ഥാപകന്മാരോടും എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഭാഗം, അതായത് അദ്ദേഹം കാനഡയിലുള്ള ഒരു AA മെമ്പറുടെ ജീവിതകഥയാണ് നമ്മൾ വായിച്ചത്. ഇനി അടുത്തത് ന്യൂ വിഷൻ ഫോർ എ സ്കൾപ്റ്റർ. അപ്പൊ ഞാൻ ആ കഥയിലെ അയാളുടെ ഒരു ആരാണ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം, അതിനുശേഷം അദ്ദേഹത്തിന്റെ ഒരു ഓക്കെ, അദ്ദേഹത്തിന്റെ പേര് ഫ്രെഡ് എന്നാണ്. ഫ്രെഡ്, ലാസ്റ്റ് നെയിം അവൈലബിൾ അല്ല. ന്യൂയോർക്കിലാണ് അദ്ദേഹം ജനിച്ചത്. ന്യൂ വിഷൻ ഫോർ എ സ്കൾപ്റ്റർ, അതായത് ന്യൂ വിഷൻ ഫോർ എ സ്കൾപ്റ്റർ എന്നാണ് കഥയുടെ പേര്. ബുക്സില് 2ാമത്തെ എഡിഷനിലാണ് ഈ കഥ വന്നിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ കുടി അദ്ദേഹത്തിനെ വളരെയധികം ദ്രോഹിച്ചു. ഫ്രെഡ് സ്റ്റോപ്ഡ് ഡ്രിങ്കിങ് മെയ് ഓഫ് 1937, 1937 മെയ്യിലാണ് ഫ്രെഡ് മദ്യപാനം നടത്തിയത്. ആഫ്റ്റർ പ്ലേയിങ് ടു ഗോഡ് ഫോർ ഹെൽപ്പ്, ഹി വാസ് ദെൻ നോട്ട് ക്വൈറ്റ് 40. ഹി ജോയിൻഡ് AA in May of 1947. അപ്പൊ അദ്ദേഹം ആഫ്റ്റർ പ്രേയിങ് ടു ഗോഡ് ഫോർ ഹെൽപ്പ്, ഹി വാസ് ദെൻ നോട്ട് ക്വൈറ്റ് 40. ഹി ജോയിൻഡ് AA in May 9. അപ്പോൾ 1937 വന്നെങ്കിൽ അദ്ദേഹം വീണ്ടും സ്ലിപ്പായി. 1947 വീണ്ടും അദ്ദേഹം AA ജോയിൻ ചെയ്തു. ഹി ഹാഡ് എ വണ്ടർഫുൾ ചൈൽഡ്ഹുഡ്, അവന് നല്ലൊരു മനോഹരമായ കുട്ടിക്കാലമായിരുന്നു ഉണ്ടായിരുന്നത്. ഹിസ് വാസ് എ വെരി ക്ലോസ് ഫാമിലി, അവന് വളരെയധികം ചേർത്ത് പിടിച്ചിരുന്ന ഒരു കുടുംബം ഉണ്ടായിരുന്നു. ഹിസ് പാരന്റ്സ് വെർ വെരി സക്സസ്ഫുൾ ആൻഡ് ദേ ഹാഡ് ലക്ഷറി ആൻഡ് ബ്യൂട്ടി ഇൻ ദെയർ ലൈഫ്സ്. അവന്റെ പാരന്റ്സ് വളരെ വിജയപ്രദമായി ജീവിതം നയിച്ചിരുന്ന, ലക്ഷറി ആയിട്ട് ജീവിതം നയിച്ചിരുന്ന ആളുകളായിരുന്നു. They are truly appreciative of all they had. അവര് ഫാമിലി വാസ് ജൂവിഷ്, അവര് ജൂവിഷ് ഫാമിലി ആയിരുന്നു. ഓൾദോ നോട്ട് ഓർത്തഡോക്സ്, പക്ഷെ ഓർത്തഡോക്സ് ഫാമിലി ആയിരുന്നില്ല. ആൻഡ് കീൻലി അലൈവ് ഇൻ ദ ബ്യൂട്ടി ഓഫ് റിലീജിയൻ, അവര് അവരുടെ മതപരമായ കാര്യങ്ങളിൽ മനോഹരമായി ജീവിച്ചു. ഹിസ് 2 older brothers were good students but not artists. അവന്റെ 2 സഹോദരന്മാരുണ്ടായിരുന്നത് നല്ല വിദ്യാർത്ഥികളായിരുന്നു. ഫ്രെഡ് വാസ് എ വെരി ബാഡ് സ്റ്റുഡന്റ്. ഫ്രെഡ് എന്ന് പറയുന്ന നമ്മുടെ ഈ കഥാപാത്രം വലിയ മോശക്കാരനായ കുട്ടിയായിരുന്നു, ബട്ട് വെരി മച്ച് ആൻ ആർട്ടിസ്റ്റ്. അദ്ദേഹം ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു. When he showed a talent as a sculptor, the entire family encouraged him. അപ്പൊ ഈ സ്കൾപ്ചറൊക്കെ തയ്യാറാക്കുന്നതിൽ മറ്റുള്ള കുടുംബാംഗങ്ങൾ അദ്ദേഹത്തിനെ
സഹായിച്ചു, അല്ലെങ്കിൽ അനുമോദിച്ചു. വെൻ വേൾഡ് വാർ ബ്രോക്ക് ഔട്ട്, അതായത് ഒന്നാമത്തെ ലോകമഹായുദ്ധം വന്നപ്പോൾ, ഹി റിമെമ്പേർഡ് ദാറ്റ് ഹിസ് പേരൻസ് ഹാഡ് ടോൾഡ് ഹിം സോ ഓഫൺ ഹൗ ഗ്രേറ്റ്ഫുൾ ഹി ഷുഡ് ഗോ ബി ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. അതായത് അമേരിക്കയിലെ പട്ടാളത്തിൽ ചേർക്കുന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എത്ര അഭിമാനികളാകും. ഹിസ് ഗ്രാൻഡ് ഫാദേഴ്സ് ഹാഡ് ബോത്ത് കം ഫ്രം കൺട്രീസ് ഇൻ യൂറോപ്പ് where Jews were persecuted and they wanted to live and be part of the land of the free. അപ്പോൾ അവരുടെ ഗ്രാൻഡ് പേരൻസ്, അതായത് ഗ്രാൻഡ് പേരൻസ് യൂറോപ്പിൽ നിന്ന് വന്ന ജൂവിഷ് ആളുകളാണ്. അവർക്ക് ഈ പറയുന്ന സ്വതന്ത്ര രാജ്യം വേണമെന്ന് ആവശ്യമുള്ളവരാണ്. ബിക്കോസ് ഹിസ് ബ്രദേഴ്സ് വെയർ ബോത്ത് മാരീഡ്. അവന്റെ രണ്ട് സഹോദരന്മാരും കല്യാണം കഴിച്ചതിന് ശേഷം ഹി ഫെൽറ്റ് ഹി ഷുഡ് ബി ദ വൺ ടു ജോയിൻ ദ ആർമി. അവന് ആർമിയിൽ ചേരാനുള്ള ആഗ്രഹമുണ്ടായി. ഹി വാസ് സെന്റ് ടു ഫ്രാൻസ്. അങ്ങനെ ആർമിയിൽ ചേർന്ന് അവൻ ഫ്രാൻസിലേക്ക് പോയി. വേർ ഹി ഡിസ്കവേർഡ് ഹി കുഡ് ഡ്രിങ്ക് എവരി വൺ എൽസ് അണ്ടർ ദ ടേബിൾ. അപ്പോൾ ഏറ്റവും മേശക്കടിയിൽ ഇരുന്ന് കുടിക്കാമെന്ന് അദ്ദേഹം വിചാരിച്ചു. അബൌട്ട് 3 days ബിഫോർ ദ ആർമിസ്റ്റിസ് ഹി വാസ് വൺ ഡേ wounded when a truck he was riding in was blown up. He woke up a couple of days later learned that he had an injury to his spine. അപ്പോൾ അവനൊരു അപകടം പറ്റി, അവനൊരു മുറിവുണ്ടായി, കാരണം ഒരു ട്രക്ക് മറിഞ്ഞതിന് ശേഷം. ആഫ്റ്റർ ദ വാർ ഹി സീം ടു ഹാവ് നോ പ്രോബ്ലം വിത്ത് ആൽക്കഹോൾ. ആ യുദ്ധത്തിന് ശേഷം അവന് കണ്ടെത്തിയതെന്ന് വെച്ചാൽ അവന് മദ്യമായിട്ട് പ്രശ്നമൊന്നുമില്ല. എക്സെപ്റ്റ് വെൻ ഹി ഹാഡ് ഡ്രിങ്ക് he always wanted to out drink everyone else and was drinking more and more himself. അപ്പോൾ മറ്റുള്ളവരെക്കാളും കൂടുതൽ കുടിക്കുന്നതായി അവൻ ശ്രദ്ധിച്ചു. He married in 1920 and in 1928 he was his wife visit France with their 2 children. അപ്പോൾ 1970-ലും പിന്നീട് 1928-ലും കല്യാണം കഴിച്ചു. There he started drinking brandy to help him sleep. അപ്പോൾ ഫ്രാൻസിൽ അവന്റെ ഭാര്യയും കുട്ടികളും എല്ലാം അവനോടൊപ്പം ചേർന്നു. അവിടെ വെച്ച് അവൻ ഉറങ്ങാൻ വേണ്ടി മദ്യം കഴിച്ചു തുടങ്ങി. ബൈ ദിസ് ടൈം ഹി ഹാഡ് ഡെവലപ്ഡ് എ ഗുഡ് റെപ്യൂട്ടേഷൻ. അങ്ങനെ ഒരു ബഹുമാനം കിട്ടുന്ന രീതിയിൽ ആസ് ആൻ ആർട്ടിസ്റ്റ്, അതായത് കലാകാരൻ എന്ന രീതിയിൽ നല്ല റെപ്യൂട്ടേഷൻ കിട്ടി. ആൻഡ് വാസ് വെരി സക്സസ്ഫുൾ അറ്റ് ദിസ് വർക്ക്. അവൻ അതിനകത്ത് വിജയകരമായി തുറന്നുകൊണ്ടിരുന്നു. വെൻ ഹി റിയലൈസ്ഡ് ദാറ്റ് ഹിസ് ഫാമിലി വാസ് വറീഡ് അബൌട്ട് ഹിസ് ഡ്രിങ്കിങ്. അവനൊരു കാര്യം മനസ്സിലാക്കി, അവന്റെ കുടുംബം അവന്റെ കുടിയെക്കുറിച്ച് ദുഃഖിതരാണ്. ഹി സ്റ്റാർട്ടഡ് ഡ്രിങ്കിങ് അറ്റ് ഹിസ് സ്റ്റുഡിയോ. അവൻ അവന്റെ സ്റ്റുഡിയോയിൽ ഇരുന്ന് കുടിക്കാൻ തുടങ്ങി. ആൻഡ് അറ്റ് ബാർസ് റാദർ ദാൻ അറ്റ് ഹോം. ബാറുകളിലും കുടിക്കാൻ തുടങ്ങി. വീട്ടിലിരുന്ന് കുടിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് ബാറിലും സ്റ്റുഡിയോയിലും കുടിക്കാൻ തുടങ്ങി. ദിസ് സീക്രട്ട് ഡ്രിങ്കിങ്, ഇങ്ങനെ രഹസ്യമായി കുടിച്ചപ്പോൾ, കോസ്ഡ് ഹിം ടു ഫീൽ വെരി ഗിൽറ്റി. അവന് വളരെയധികം കുറ്റബോധം തോന്നി തുടങ്ങി. ഹി വാസ് വെരി അൺഹാപ്പി. അവൻ അസന്തുഷ്ടനായി. ആൻഡ് ന്യൂ ഹിസ് ഫാമിലി വാസ് അൺഹാപ്പി. അവനൊരു കാര്യം മനസ്സിലായി, അവന്റെ വീട്ടുകാരും അസന്തുഷ്ടരാകും. ദ വേഴ്സ്റ്റ് പാർട്ട് വാസ് ദാറ്റ് ഇൻ ഹിസ് ഗിൽറ്റി ഹി ലോസ്റ്റ് ഗോഡ്. അവന് ദൈവവിശ്വാസം നഷ്ടപ്പെട്ടു. ഹി ഫെൽറ്റ് ഹി ഹാഡ് നോ റൈറ്റ് ടു പ്രേ ടു ഗോഡ്. അവന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിൻ്റെ അവകാശമില്ല എന്ന് അവൻ വിശ്വസിച്ചു. നോ റൈറ്റ് ടു ഗോ ഇൻ ടു ദി ടെമ്പിൾ ഓർ ചർച്ച്. ഏതെങ്കിലും ചർച്ചിൽ പോകുന്നതിനോ ദേവസ്ഥാനങ്ങളിൽ പോകുന്നതിനോ അവകാശമില്ല എന്നവൻ ചിന്തിച്ചു. വെൻ ദേ ഹാഡ് ലിവ്ഡ് ഇൻ റോം, അവർ റോമിൽ ജീവിച്ചപ്പോൾ, ഹി യൂസ്ഡ് ടു ഗോ ഇൻ ടു വൺ ഓഫ് ദ കത്തീഡ്രൽസ് എവരി നൈറ്റ് ഓൺ ഹിസ് വേ ഹോം ഫ്രം വർക്ക്. എന്നും റോമിൽ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ അവന്റെ ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അവിടെയുള്ള ഒരു കത്തീഡ്രലിൽ, പള്ളിയിൽ അവൻ സ്ഥിരമായി പോയിക്കൊണ്ടിരുന്നു. എ ഹൗസ് ഓഫ് ഗോഡ് വാസ് എ ഹൗസ് ഓഫ് ഗോഡ് ആൻഡ് വാസ് ബ്യൂട്ടിഫുൾ ആൻഡ് ഡെഡിക്കേറ്റഡ് ടു ഹിസ് വർഷിപ്പ്. അപ്പൊ അതൊരു ദൈവത്തിന്റെ ആലയമാണ്. അവന് ആരാധിക്കാനായി അവൻ എപ്പോഴും ഡെഡിക്കേറ്റ് ചെയ്തു. നൗ ഹി വാസ് റോബ്ഡ് ഓഫ് ഗോഡ് ബിക്കോസ് ഹി വാസ് സോ അഷെയിംഡ്. അപ്പം അവന് ഇപ്പോ കൂടുതൽ നാണക്കേട് ഉണ്ടാക്കുന്നത് കൊണ്ട് അവൻ ദൈവത്തിൽ നിന്ന് അകന്നു നിന്നു. വൺ ഡേ ഹി വാസ് ആസ്ക്ഡ് ടു ഹെൽപ്പ് ദ ക്രിപ്പിൾഡ് സൺ ഓഫ് ഹിസ് വാഷ് വുമൺ ഗബ്രിയേൽ വിത്ത് ഹിസ് ആർട്ട് വർക്ക്. അപ്പോ അവന് ഗബ്രിയേലിനോട് അവനെ സഹായിക്കാനായി ഒരു ദിവസം ആവശ്യപ്പെട്ടു. ഹി വാസ് ഹാപ്പി ടു ഡു സോ. അവൻ വളരെയധികം സന്തോഷവാനായിരുന്നു അത് ചെയ്യാൻ. ബട്ട് വെൻ ഹി അറൈവ്ഡ് ഹി വാസ് ഡ്രങ്ക്. അവൻ പുറത്തുപോയി തിരിച്ചു വന്നപ്പോഴത്തേക്കും അവൻ കുടിച്ചിരുന്നു. അറ്റ് ദ ഡോർ ഹി പ്രേയർഡ് ടു ഗോഡ് ടു ഹെൽപ്പ് ഹിം. അവിടെ ഡോറിൽ വെച്ച് അവൻ ദൈവത്തോട് എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. മൊറാക്കുലസ്ലി ഹി വാസ് ഏബിൾ ടു സ്പെൻഡ് 2.5 hours ഹെൽപ്പിംഗ് ദ ബോയ്. അങ്ങനെ 2.5 മണിക്കൂർ അവന്റെ മകന്റെ സഹായം കിട്ടി. ബട്ട് വെൻ ഹി ലെഫ്റ്റ് ഹി സ്റ്റാർട്ട് ഡ്രിങ്കിങ് അഗെയിൻ.
ഹി ഡിഡിൻ റിമെമ്പർ മച്ച് അബൌട്ട് ദ നെക്സ്റ്റ് 10 days. കുട്ടി അവന്റെ അടുത്ത് നിന്ന് പോയി കഴിഞ്ഞപ്പം വീണ്ടും കുടിച്ചു. പിന്നീട് 10 ദിവസങ്ങൾ എന്താണ് സംഭവിച്ചതെന്ന് അവൻ ഓർക്കുന്നില്ല. ബട്ട് വെൻ ഹി റിമെമ്പേർഡ് ഹൗ ഹി ഹാഡ് പ്രേഡ് ടു ഹെൽപ്പ് ദ ക്രിപ്പിൾഡ് ബോയ്, ഹി അഗെയിൻ ടേൺ ടു ഗോഡ് ഫോർ ഹെൽപ്പ്. അങ്ങനെ ദൈവത്തിന്റെ സഹായത്തിനായി വീണ്ടും ആവശ്യപ്പെട്ടു. ഹി ഡിഡിൻ ഡ്രിങ്ക് അഗെയിൻ ഫോർ ദ നെക്സ്റ്റ് 10 years. പിന്നീട് 10 വർഷം കുടിച്ചില്ല. ബട്ട് സെഡ് ദേ വേർ മിസറബിൾ ഇയേഴ്സ്. പക്ഷേ ആ തരം വർഷങ്ങൾ അല്ലെങ്കിൽ കുടിക്കാതിരുന്ന 10 വർഷങ്ങൾ വളരെയധികം മിസറബിൾ ആണെന്നാണ് അവൻ പറഞ്ഞത്. എ വീക്ക് ഓർ ടു ബിഫോർ ഡെക്കറേഷൻ ഡേ 1947, 1947 ഡെക്കറേഷൻ ഡേയില് എ ഫ്രണ്ട് ആസ്ക്ഡ് ഹിം ഹൗ ഹി വാസ് ഡൂയിങ് വിത്ത് ഹിസ് ആൽക്കോഹോൾ പ്രോബ്ലം. നീ നിന്റെ മദ്യപാന പ്രശ്നവുമായി എങ്ങനെയാണ് ഇരിക്കുന്നത്? ഹി ആൻസേർഡ് ദാറ്റ് ഹി ഹാഡ് നോ ആൽക്കോഹോൾ പ്രോബ്ലം. അവൻ പറഞ്ഞു, എനിക്ക് കുടി പ്രശ്നമില്ല. ആൻഡ് ദാറ്റ് ഓൺ ഡെക്കറേഷൻ ഡേ ഹി ആൻഡ് ഹിസ് വൈഫ് വെയർ ഗോയിങ് ടു ട്രൈ എ ബോട്ടിൽ ഓഫ് ഷാമ്പെയിൻ. അതായത് ആ ഡെക്കറേഷൻ ഡേയിൽ അവനും അവന്റെ ഭാര്യയും ഒരു ഷാമ്പെയിൻ കുടിക്കാനായി ട്രൈ ചെയ്യുമെന്ന് പറയും. ഹിസ് ഫ്രണ്ട് വാസ് ആൻ എ മെമ്പർ. അവന്റെ ഫ്രണ്ട് എന്ന് പറയുന്നത് ഒരു എ മെമ്പർ ആയിരുന്നു. ആൻഡ് ആസ്ക്ഡ് ഹിം, അവനോട് പറഞ്ഞു, ബിഫോർ ഹി ടുക്ക് ദാറ്റ് ഫസ്റ്റ് ഡ്രിങ്ക് ടു ഗോ ടു എ മീറ്റിംഗ് വിത്ത് ഹിം. നീ ആ കുടിയെടുക്കുന്നതിന് മുമ്പ് എന്റെ കൂടെ ആൽക്കോളിസം ഒരു മീറ്റിംഗിന് പോവാ. അറ്റ് ദ മീറ്റിംഗ് ദ ലീഡർ സ്റ്റേറ്റഡ്. അന്നത്തെ മീറ്റിംഗിലെ ലീഡർ ഇങ്ങനെ പറഞ്ഞു, ആൽക്കഹോളിസം ഈസ് ആൻ ഇൻക്യൂറബിൾ. സുഖപ്പെടാത്ത അസുഖമാണ് ആൽക്കഹോളിസം. പ്രോഗ്രസീവ് ഡിസീസ്, പുരോഗമിക്കുന്ന രോഗമാണ്. വെദർ യു ആർ ഡ്രൈ 1 year, നിങ്ങൾ കുടിക്കാതെ 1 വർഷം ഇരുന്നാലും, 10 years 10 വർഷം ഇരുന്നാലും, ഓർ 50 years 50 വർഷം ഇരുന്നാലും, യു ആർ സ്റ്റിൽ ഓൺ വൺ ഡ്രിങ്ക് അവേ ഫ്രം എ ഡ്രഗ്. നിങ്ങൾ ഒരു കുടിയിൽ നിന്ന് അകലെ മാത്രമാണ്. കുടിയനാകാനായിട്ട് ഒരു കുടിയിൽ നിന്ന് അകലെ മാത്രമാണ്. ഫ്രണ്ട് റിയാക്ഷൻ വാസ്, ഫ്രണ്ടിന്റെ റിയാക്ഷൻ ഇങ്ങനെയായിരുന്നു, താങ്ക് ഗോഡ് ഐ ഡിഡിൻ ടേക്ക് ദാറ്റ് ഫസ്റ്റ് ഡ്രിങ്ക്, താങ്ക് ഗോഡ് ഐ ആം ഹിയർ. ഞാൻ ആ കുടി എടുത്തില്ല, ദൈവമേ നന്ദി, ഞാൻ ഇവിടെയുണ്ട്. ഹി റിമെമ്പേർഡ് വാട്ട് ഹിസ് മദർ ഹാഡ് സെഡ് ഇയേഴ്സ് ബിഫോർ വെൻ ഹി കെയിം ഹോം ഡ്രങ്ക് വീപ്പിംഗ് ഷീ സെഡ്. അതായത് അവൻ വളരെ വർഷക്കാലം മുമ്പ് അവന്റെ അമ്മ അവനോട് പറഞ്ഞത് ഓർക്കുന്നുണ്ട്. അവൾ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ദിസ് മസ്റ്റ് ബി സം ഹൗ ഗുഡ്, ദിസ് കനോട്ട് ബി ഓൾ നെഗറ്റീവ്, സം ഗുഡ് മസ്റ്റ് കം ഔട്ട് ഓഫ് ഇറ്റ്. നിനക്കോട് ഞാനൊരു കാര്യം പറയാം, ഇതെല്ലാം നല്ലതിനാണ്, ഇത് നെഗറ്റീവ് ഒന്നുമില്ല, പക്ഷെ ഇതിൽ നിന്ന് ഒരു നല്ല കാര്യം ഉടലെടുത്ത് വരും. ടുവാർഡ്സ് എൻഡ് ഓഫ് ഹിസ് ഫസ്റ്റ് എ മീറ്റിംഗ്, ആദ്യത്തെ എ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ, ഹി ഹേർഡ് അബൌട്ട് ദ 12 സ്റ്റെപ്പ്. അവൻ 12 പടികൾ വായിക്കുന്നത് കേട്ടു. ഇമ്മീഡിയറ്റ്ലി ഹിസ് മദേഴ്സ് വേർഡ്സ് കെയിം ടു ഹിസ് മൈൻഡ്. അവന്റെ അമ്മയുടെ വാക്കുകളും അവന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടിയെത്തി. ദാറ്റ്സ് സം ഹൗ ഗുഡ്, ഇതിൽ നിന്ന് ഒരു നല്ല കാര്യം കടന്നു വരും. ഹി തോട്ട്, അവൻ ചിന്തിച്ചു. താങ്ക് ഗോഡ്, ഹി റോട്ട്, ഐ ഹാവ് ബീൻ ഏബിൾ ടു ടേൺ ഇൻ ടു സം ഹൗ ഗുഡ്. അങ്ങനെ ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞു. അവൻ ദൈവത്തിലേക്ക് തിരിഞ്ഞുകൊണ്ട് സം ഹൗ ഗുഡ്, നല്ലതിലേക്ക് തിരിയുകയും ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ അതെ പറഞ്ഞത്. ഇപ്പോ ഫ്രെഡിന്റെ മുഴുവൻ പേര് ഫ്രെഡ് ഡെറ്റ്മർ എന്നാണ്. വിനയേട്ടൻ താങ്ക് യു. എനിക്കറിയാം എന്ന അഭിമാനം, എനിക്ക് സഹായം വേണമെന്ന വിനയത്തിലേക്ക് മാറണം. ഓക്കെ, അപ്പൊ എനിക്ക് അറിയാമെന്ന അഭിമാനം, എനിക്ക് സഹായം വേണമെന്ന് വെച്ചിരിക്കുന്നു. ഫ്രെഡിന്റെ മുഴുവൻ പേര് ഫ്രെഡ് ഡെറ്റ്മർ എന്നാണ്. അപ്പൊ ഞാൻ വായിച്ച ഇതിനകത്ത് ഡെറ്റ്മർ എന്നുള്ള വാക്കുണ്ടായിരുന്നില്ല. താങ്ക് യു വിനയേട്ടാ. അപ്പൊ അദ്ദേഹത്തിന്റെ കഥയിലേക്ക് നീങ്ങാം. ന്യൂ വിഷൻ ഫോർ എ സ്കൾപ്റ്റർ. ഹിസ് കോൺഷ്യൻസ് ഹർട്ട് ഹിം ആസ് മച്ച് ആസ് ഹിസ് ഡ്രിങ്കിങ്, ബട്ട് ദാറ്റ് വാസ് ഇയേഴ്സ് അഗോ. വർഷങ്ങൾക്ക് മുമ്പ് അവന്റെ മനസാക്ഷി അവനെ വളരെയധികം ദ്രോഹിച്ചു. അവൻ കുടിക്കുന്നതിനും കൂടുതലായി. ഐ തിങ്ക് ദാറ്റ് ലൈഫ് വെൻ ഐ വാസ് ഗ്രോയിങ് അപ്പ്, അതായത് ഞാൻ വളരുമ്പോൾ എൻ്റെ ജീവിതം ഞാൻ ചിന്തിച്ചിരുന്നത് വാസ് ദ മോസ്റ്റ് വണ്ടർഫുൾ ലൈഫ്, എനിക്ക് കിട്ടിയിരിക്കുന്നത് ഏറ്റവും മനോഹരമായ ജീവിതമാണ്. ദാറ്റ് എനി കിഡ് എവർ ഹാഡ്, മറ്റ് ഏതൊരു കുട്ടിക്കും കിട്ടുന്നതിനേക്കാൾ നല്ലൊരു ജീവിതമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. മൈ പാരൻസ് വെയർ വെരി സക്സസ്ഫുൾ, എൻ്റെ മാതാപിതാക്കൾ വളരെ വിജയിച്ച, ആൻഡ് എവരി ന്യൂ ലക്ഷറി ആൻഡ് എവരി ന്യൂ ബ്യൂട്ടി ദാറ്റ് കെയിം ഇൻ ടു ദ ഹൗസ്, എനിക്ക് വളരെ ലക്ഷറി ആയിട്ട് വളരെ മനോഹരമായിരുന്നു എൻ്റെ വീട്. വാസ് കീൻലി അപ്രീഷിയേറ്റ് ബൈ ഓൾ ഓഫ് അസ്, ഞങ്ങൾ പരസ്പരം ബഹുമാനിച്ച് പരസ്പരം അപ്രീഷിയേറ്റ് ചെയ്തിരുന്നു. വി ഡിഡിന്റ് ഹാവ് തിങ്സ് ത്രോൺ അറ്റ് അസ്, ഞങ്ങൾക്ക് പരസ്പരം കുറ്റപ്പെടുന്നതിനായി ഒന്നും ഉണ്ടായിരുന്നത്. ദേ കെയിം ലിറ്റിൽ ബൈ ലിറ്റിൽ, ഞങ്ങൾക്ക് ഈ സന്തോഷം കുറച്ച് കിട്ടിക്കൊണ്ടേയിരുന്നു. മൈ പേരൻസ് വയർ ബോത്ത് ജൂഷ്, അവർ രണ്ടുപേരും ജൂഷ് ആയിരുന്നു. ആൻഡ് ഇൻ മൈ ഫാമിലി ലൈഫ് വി വെയർ ഓൾവേസ് കീൻലി അലൈവ് ടു ദ ബ്യൂട്ടി ഓഫ് റിലീജിയൻ, ഞങ്ങൾ ജൂവിഷ് ആയിരുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ എപ്പോഴും മതപരമായ കാര്യങ്ങളിൽ ജീവിക്കുകയും അങ്ങനെയാണ് ഞങ്ങൾ ജീവിതം തുടർന്നുകൊണ്ടിരുന്നത്. ഓൾദോ വി വെയർ നോട്ട് ഓർത്തഡോക്സ്, ഞങ്ങൾ ഓർത്തഡോക്സുകാരായിരുന്നില്ല.
ഈ ഓർത്തഡോക്സ് മൈൻഡ് ഉള്ളവരായിരുന്നില്ല. ഐ ഓൾവേസ് സോ ഗോഡ് ആസ് എ വണ്ടർഫുൾ ഫോഴ്സ്. ഞാൻ എപ്പോഴും ദൈവത്തെ കണ്ടിരുന്നത് ഒരു മനോഹരമായ ശക്തിയായിട്ടാണ്. ദാറ്റ് വാസ് എ ഗ്രേറ്റ് ഡീൽ ലൈക്ക് മൈ ഫാദർ. എൻ്റെ അച്ഛനെ പോലെ, ഒൺലി മാഗ്നിഫൈഡ് ടു ദി nth ഡിഗ്രി. എൻ്റെ അച്ഛനെ പോലെ വളരെ കാന്തശക്തിയുള്ള ഒരു ഇതായിട്ടാണ് ഞാൻ ദൈവത്തെ കണ്ടിരുന്നത്. ഐ വാൺസ് ആസ്ക്ഡ് മൈ ഗ്രാൻഡ് ഫാദർ. ഞാൻ ഒരിക്കൽ എൻ്റെ മുത്തച്ഛനോട് ചോദിച്ചു, വെൻ ഐ വാസ് എ ലിറ്റിൽ ബോയ്, ഞാൻ ചെറിയ കുട്ടിയായിരുന്നു, വാട്ട് ഗോഡ് വാസ് ലൈക്ക്, എങ്ങനെയാണ് ദൈവം ഇരിക്കുന്നത്. ഹി ആസ്ക്ഡ് മീ വാട്ട് മൈ ഡാഡ് വാസ് ലൈക്ക്. നിന്റെ അച്ഛൻ എങ്ങനെയാണോ അങ്ങനെയാണ് ദൈവം ഇരിക്കുന്നത്. ഐ വെന്റ് ഇൻ ടു സൂപ്പർലേറ്റീവ് അബൌട്ട് ഡാഡ് ബിക്കോസ് ഐ റിയലി ലവ്ഡ് ഹിം സോ മച്ച്. ഞാൻ അവനെ, എൻ്റെ ഫാദറിനെ വളരെയധികം ഉയർന്ന രീതിയിൽ കാണാൻ തുടങ്ങി. കാരണം ഞാൻ അവനെ വളരെയധികം സ്നേഹിച്ചിരുന്നു. ഹി വാസ് സച്ച് എ ഫ്രണ്ട്ലി. അവൻ അത്ര ഫ്രണ്ട്ലി, അല്ലെങ്കിൽ കൂട്ടുകാരനെ പോലെയായിരുന്നു. വണ്ടർഫുൾ ഫാദർ, വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള ഫാദർ ആയിരുന്നു. ആൻഡ് സോ മൈ ഗ്രാൻഡ് ഫാദർ സെഡ്. അതുകൊണ്ട് തന്നെ എൻ്റെ മുത്തച്ഛൻ എന്നോട് പറഞ്ഞു, വെൽ, നല്ലത്, യുവർ ഫാദർ ഈസ് ദ ഹെഡ് ഓഫ് യുവർ ഫാമിലി. നിന്റെ അച്ഛനാണ് നിന്റെ വീടിന്റെ തലവൻ. ഗോഡ് ഈസ് ദ ഹെഡ് ഓഫ് ദ എൻറ്റയർ ഹ്യൂമൻ ഫാമിലി. ദൈവമാണ് നമ്മുടെ മനുഷ്യ സമൂഹത്തിന്റെയും മൊത്തം തലവൻ. ആൻഡ് ഓഫ് ദ ഹോൾ യൂണിവേഴ്സ്, അതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തിന്റെയും തലവൻ. ബട്ട് വാട്ട് മേക്സ് ഹിം ഡിയർ ഗോഡ് ഈസ് ദാറ്റ് യു ക്യാൻ സ്പീക്ക് ടു ഹിം ജസ്റ്റ് ആസ് യു വുഡ് ടോക്ക് ടു യുവർ ഓൺ ഡാഡ്. നിനക്ക് നിന്റെ ദൈവത്തോട് സംസാരിക്കാൻ കഴിയും നിന്റെ അച്ഛനോട് നീ സംസാരിക്കുന്നത് പോലെ തന്നെ. ഹി ഈസ് നോട്ട് ഓൺലി എ യൂണിവേഴ്സൽ ഫാദർ. അവനൊരു പ്രപഞ്ചം മുഴുവനുള്ള അച്ഛനല്ല, ബട്ട് ആൻ ഇൻഡിവിജ്വൽ ഫാദർ ടു. അവൻ ഓരോ വ്യക്തികളുടെയും ഫാദറാണ്. സോ ഐ ഹാഡ് ഓൾവേസ് ഹാഡ് ദാറ്റ് വണ്ടർഫുൾ കമ്പാരിസൺ ഓഫ് മൈ ഓൺ ഫാദർ വിത്ത് ഗോഡ്. എനിക്കെപ്പോഴും ഇങ്ങനെ ഒരു തുലനം ചെയ്യലുണ്ടായിരുന്നു എൻ്റെ അച്ഛനും ദൈവവും തമ്മിൽ. വെൻ ദേ ഫൗണ്ട് ഔട്ട് ദാറ്റ് ഐ കുഡ് ക്രിയേറ്റ് എ സ്കൾപ്റ്റർ അറ്റ് എ വെരി ഏർലി ഏജ്, ഞാൻ ഈ പറയുന്ന സ്കൾപ്റ്റേഴ്സ് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ ഐ മെയ്ഡ് ബോത്ത് മൈ പേരൻസ് വെരി ഹാപ്പി. ഞാൻ എൻ്റെ അച്ഛനമ്മമാരെ വളരെയധികം സന്തോഷവാന്മാരാക്കി. മൈ ടു ഓൾഡർ ബ്രദേഴ്സ് വെയർ നോട്ട് ആർട്ടിസ്റ്റ്. എൻ്റെ മറ്റ് രണ്ട് സഹോദരന്മാരും ആർട്ടിസ്റ്റുകളായിരുന്നില്ല. ബട്ട് ദേ വെയർ ഗുഡ് സ്റ്റുഡൻസ്. അവർ രണ്ടുപേരും നല്ല വിദ്യാർത്ഥികളായിരുന്നു. ഐ വാസ് എ വെരി ബാഡ് സ്റ്റുഡൻറ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ മോശം സ്റ്റുഡൻ്റ് ആയിരുന്നു. ആൻഡ് വെരി മച്ച് ഓഫ് ആൻ ആർട്ടിസ്റ്റ്. അതുപോലെ തന്നെ ഞാനൊരു കലാകാരനും കൂടിയായിരുന്നു. ഇൻസ്റ്റെഡ് ഓഫ് റിസെന്റിങ് ദാറ്റ്, ദേ എൻകറേജ്ഡ് മൈ ആർട്ട്. അവരെന്നോട് ഒരു നീരസം വെച്ച് പുലർത്താതെ എൻ്റെ കലയെ പ്രോത്സാഹിപ്പിച്ചു. സോ മൈ ചൈൽഡ്ഹുഡ് വാസ് റിയലി ആർട്ട്. അതുകൊണ്ട് എൻ്റെ കുട്ടിക്കാലം എന്ന് പറയുന്നത് കലയായിരുന്നു. ആൻഡ് മ്യൂസിക്, പിന്നീട് സംഗീതവും. ആൻഡ് ഐ ഗോട്ട് എലോങ് അറ്റ് സ്കൂൾ. ഞാൻ സ്കൂളിൽ പോകാൻ തുടങ്ങി. യൂഷ്വലി ബൈ ലീവിങ് ദ ഡേ ബിഫോർ എക്സാമിനേഷൻ ഓർ ഗെറ്റിംഗ് measles or something else like that, and being put in the next grade for trial. അപ്പോൾ എക്സാമിന് തൊട്ട് മുമ്പായിട്ട് എനിക്ക് മീസിൽസ് പോലെയുള്ള എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്ന് മിക്കവാറും ആ ഒരു വർഷം വീണ്ടും ട്രയൽ പീരീഡായി പോകും. ദ ടീച്ചർ ഓഫ് ദ ഗ്രേഡ് ദാറ്റ് ഐ ലെഫ്റ്റ് വുഡ് നെവർ ടേക്ക് മീ ബാക്ക് അണ്ടർ എനി സർക്കംസ്റ്റാൻസസ്. എന്നെ വീണ്ടും തിരിച്ചു കൊണ്ടുവരാനുള്ള ഏത് സാഹചര്യത്തിലാണ് തിരിച്ചു കൊണ്ടുവരാനായി എൻ്റെ ടീച്ചർമാർ ശ്രമിച്ചില്ല. ഐ വാസ് എസ്കറ്റിക്കലി ഹാപ്പി. ഞാൻ എന്നിരുന്നാൽ തന്നെ ഞാൻ വളരെയധികം സന്തോഷവാനായിരുന്നു. മൈ ബ്രദേഴ്സ് ആൻഡ് their ഫ്രണ്ട്സ് lived on horses as I did from 6 years old on. We did everything. And their friends lived on horses as I did from 6 years old on. We did everything, all of our playing and wild gaming or horseback. അപ്പോൾ ഈ കുതിരസവാരി ഞാൻ ഒരു 5-6 വയസ്സായപ്പോഴത്തേക്കും പഠിച്ചതാണ്. അതുപോലെ തന്നെ എൻ്റെ സഹോദരന്മാരും ഈ പറയുന്ന കുതിരകളോടൊപ്പമാണ് ജീവിച്ചത്. അപ്പോ അങ്ങനെയുള്ള ഗെയിമുകളിലും കുതിരസവാരിയിലും ഒക്കെ ഞാൻ കളിച്ചു. ദിസ് വാസ് അപ് ടു വേൾഡ് വാർ 2. ഇത് ഒന്നാം ലോക മഹായുദ്ധം വരെ തുടർന്നു. ഐ വാസ് അബൌട്ട് 19 years old then. എനിക്ക് 19 വയസ്സാണ് ഉണ്ടായിരുന്നത്. ഐ ഡോണ്ട് തിങ്ക് ഐ ഹാഡ് എനി ഫിയേഴ്സ് ടു അറ്റ് ഓൾ അപ് ടു ദാറ്റ് ടൈം. എനിക്ക് ആ സമയത്ത് ഒരു ഭയം ഉണ്ടായതായി എനിക്ക് തോന്നുന്നില്ല. വി വെയർ വെരി ക്ലോസ് ഫാമിലി. ഞങ്ങൾ എല്ലാവരും വളരെയധികം അടുത്ത ബന്ധം പുലർത്തിയിരുന്ന കുടുംബമായിരുന്നു. എവറിഥിങ് വാസ് വെരി വൈറ്റൽ. എല്ലാം സുപ്രധാനമായിരുന്നു. എനിത്തിങ് ദാറ്റ് ഹാപ്പൻ ടു അനദർ. ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ മറ്റൊരാൾക്ക് സംഭവിക്കുന്നത് പോലെ തന്നെയായിരുന്നു. വെൻ വാർ ബ്രോക്ക് ഔട്ട്, ഓൾ ഐ കുഡ് ഹിയർ ഇൻ മൈ ഹാർട്ട് വാസ് ദ എക്കോസ് ഓഫ് വാട്ട്
father and mother had told me so often. അപ്പോൾ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും മുഴങ്ങി കേട്ടുകൊണ്ടിരുന്ന ഒരു കാര്യം അച്ഛനും അമ്മയും പറയുന്ന കാര്യങ്ങളാണ്. ഹൗ ഗ്രേറ്റ്ഫുൾ ഐ ഷുഡ് ബി ടു ദ യുണൈറ്റഡ് സ്റ്റേറ്റ്. അതായത് യുണൈറ്റഡ് സ്റ്റേറ്റിന്റെ പട്ടാളക്കാരനായി മാറിക്കഴിഞ്ഞാൽ ഞങ്ങൾ എത്രമാത്രം കൃതജ്ഞതയുള്ളവരായിരിക്കും. ബോത്ത് മൈ ഗ്രാൻഡ് ഫാദേഴ്സ് ഹാഡ് കം ഓവർ ഫ്രം ദ അതർ സൈഡ്. അപ്പോൾ എൻ്റെ മുത്തച്ഛന്മാരും മുത്തച്ഛനും അതുപോലെ തന്നെ പറയാൻ തുടങ്ങി. വൺ ഫ്രം ബഹോമിയ ആൻഡ് വൺ ഫ്രം പേർഷ്യ. ഒരാള് ബഹോമിയയിൽ നിന്നും ഒരാൾ പേർഷ്യയിൽ നിന്നുമാണ് ഗ്രാൻഡ് ഫാദേഴ്സ് വന്നിരിക്കുന്നത്. ബിക്കോസ് അറ്റ് ദാറ്റ് ടൈം, ആ സമയത്ത് ദർ വാസ് പെർസിക്യൂഷൻ ഓൺ ദോസ് കൺട്രീസ് ആൻഡ് ദേ വാണ്ടഡ് ടു ലൈവ് ആൻഡ് ബി എ പാർട്ട് ഓഫ് ദ ലാൻഡ് ഓഫ് ദ ഫ്രീ. സ്വതന്ത്ര രാജ്യമായി ആ രാജ്യത്ത് ജീവിക്കണമെന്ന് ഉള്ള ഒരു കാര്യം ആ രാജ്യത്തുണ്ടായിരുന്നു, ബൊഹാമിയയിലും പേർഷ്യയിലും. ദേ ബോത്ത് ഹാഡ് മാഗ്നിഫിക്കന്റ് ലൈവ്സ് ആൻഡ് ദേ were able to pull themselves up and live happily and die in luxury. I was very grateful to the United States for that. അപ്പോൾ ഇവർ രണ്ടുപേരും ഈ തിരിച്ച് അമേരിക്കയിൽ വരികയും അവർ വളരെ സന്തോഷപൂർണ്ണമായിട്ടുള്ള ലക്ഷറി ആയിട്ടുള്ള ജീവിതം ഞങ്ങളോടൊപ്പം ജീവിക്കുകയും അതിന് ഞാൻ അമേരിക്കയോട് അല്ലെങ്കിൽ യുണൈറ്റഡ് സ്റ്റേറ്റിനോട് നന്ദിയുള്ളവനാണ്, കൃതജ്ഞതയുള്ളവനാണ്. ഐ ലവ്ഡ് മൈ ഗ്രാൻഡ് പാരൻസ് വെരി ഡിയർലി. എൻ്റെ മുത്തച്ഛന്മാരെ ഞാൻ വളരെയധികം സ്നേഹിച്ചു. ആൻഡ് ഐ ഹാഡ് വാച്ച്ഡ് മൈ ഫാദേഴ്സ് ഗ്രേറ്റ് ഫിനാൻഷ്യൽ സക്സസ്. ഞാൻ എൻ്റെ അച്ഛൻ്റെ സാമ്പത്തിക നിലയിലുള്ള വിജയത്തില് ഞാൻ കണ്ടു. സോ ഐ ഫെൽറ്റ്, എനിക്ക് തോന്നി that I didn't want either of my two brothers to go to war. എൻ്റെ രണ്ട് സഹോദരന്മാർ യുദ്ധത്തിന് പോകേണ്ടത് ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നി. They were both married. കാരണം അവർ രണ്ടുപേരും കല്യാണം കഴിച്ചിരിക്കുന്നു. But certainly one of the family should show that we thought that felt about the United States. അമേരിക്കയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ ഫാമിലിയിൽ നിന്ന് ഒരാൾ പോകണം എന്ന് ഞാൻ ചിന്തിച്ചു. സോ ഐ ടോൾഡ് മൈ ഫോഴ്സ്, ഞാൻ എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു that I was going, ഞാൻ പോവുകയാണ്, ടു ജോയിൻ ദ ആർമി, ഞാൻ പട്ടാളത്തിൽ ചേരാൻ പോവുകയാണ്. ആൻഡ് ദാറ്റ് സ്കേർഡ് ദം ടു ഡെത്ത്. അവരിൽ പലർക്കും അത് മരിക്കാൻ പോകുന്നത് പോലെയാണ് എന്ന് ഭയപ്പെട്ടു. ബട്ട് ആഫ്റ്റർ എ വൈൽ, കുറച്ച് കഴിഞ്ഞ് they were heard that a nearby hospital was forming a unit and I think my mother had a picture of my going to war with my personal family doctor. അപ്പോൾ അവിടെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ അവരൊരു യൂണിറ്റ് തുടങ്ങുന്നതായും എൻ്റെ അമ്മ ഞാൻ പട്ടാളത്തിൽ പോകാൻ പോകണമെന്നുള്ള ഒരു ചിത്രം ആ ഡോക്ടറോട് പറയുകയും ചെയ്തു, ഫാമിലി ഡോക്ടറോട്. നത്തിങ് കുഡ് ബി മോർ ലക്ഷൂറിയസ്. സോ ദേ ഗേവ് ദെയർ കൺസെന്റ് ദാറ്റ് ഐ ഷുഡ് ജോയിൻ ദ യൂണിറ്റ്. അങ്ങനെ ആ ഹോസ്പിറ്റലിലെ യൂണിറ്റില് ഞാൻ ചേരാനായിട്ടുള്ള സമ്മതം അവർ കൊടുത്തു. നെവർ റിയലൈസിങ് ദാറ്റ് യു കുഡ് ട്രാൻസ്ഫർ വെൻ യു ഗോ ടു ദി അതർ സൈഡ്. എപ്പോൾ വേണേലും നമ്മളെ മറ്റു സ്ഥലങ്ങളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാമെന്ന് മനസ്സിലാക്കാതെ തന്നെ അവര് അവിടെ സമ്മതം കൊടുത്തു. ഐ വാസ് ടെറിബിൾ സോൾജിയർ ആസ് ഫാർ ആസ് ഡ്രില്ലിംഗ് വാസ് കൺസേൺഡ്, ബട്ട് ഐ ഹാഡ് ബീൻ സ്റ്റഡിയിങ് അനാട്ടമി ആൻഡ് ഡിസ്ട്രക്റ്റിംഗ് ഫോർ മൈ ആർട്ട് വർക്ക്. അപ്പോൾ അവിടെ വെച്ച് ഞാൻ അനാട്ടമി പഠിക്കുകയും എൻ്റെ ആർട്ട് വർക്കിന് സഹായകരമായ രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്തു. സോ എ ഹോസ്പിറ്റൽ വാസ് സോർട്ട് ഓഫ് സെക്കൻഡ് നേച്ചർ ടു മീ. അപ്പോൾ ആ ആശുപത്രി എന്ന് പറയുന്നത് എൻ്റെ രണ്ടാമത്തെ ഒരു പ്രകൃതി പോലെ തന്നെയായിരുന്നു. ഐ ഗോട്ട് അലോങ് വെരി വെൽ ഇൻ ദാറ്റ് പാർട്ട് ഓഫ് ദ ആർമി, വെരി വെൽ ഇൻഡീഡ്. അങ്ങനെ ആ ഹോസ്പിറ്റലിലെ ആർമിയുടെ പാർട്ടായിട്ട് ഞാൻ മാറി. ഞാൻ തികച്ചും അവരുടെ ഭാഗമായി ചേർന്നു. ഐ വെന്റ് ത്രൂ വേൾഡ് വാർ 1 വിത്തൗട്ട് ആക്ച്വലി ഗെറ്റിംഗ് ഡ്രഗ്. ഞാൻ ഒന്നാം ലോക മഹായുദ്ധത്തിലേക്ക് പോകുന്നത് ശരിക്കും കുടിക്കാതെ തന്നെയാണ്. ഐ ഡിഡ് ലേൺ ടു ഡ്രിങ്ക് ഹെവിലി ഇൻ ഫ്രാൻസ്. ഞാൻ ഫ്രാൻസിൽ വെച്ച് വളരെയധികം കുടിക്കാനായി പഠിച്ചു. ബട്ട് ഇറ്റ് ഡിഡ് നോട്ട് ഡു എനിത്തിങ് ഫോർ മീ ഓർ ടു മീ. എനിക്കോ അവർ ആ മദ്യം ഒന്നും ചെയ്തില്ല. ഐ മീൻ ടു സേ ഐ ഡിഡൻ ഡ്രിങ്ക് ഫോർ റിലീഫ് ഓർ എസ്കേപ്പ്. ഞാൻ എന്തെങ്കിലും തരത്തിൽ ആശ്വാസത്തിനോ രക്ഷപ്പെടുന്നതിനോ വേണ്ടിയോ അല്ല ഞാൻ കുടിച്ചതെന്നാണ് ഞാൻ അർത്ഥമാക്കുന്നത്. ഐ വാസ് ഓൾവേസ് flattered that I could out drink almost anybody and take them home. ഞാൻ പലപ്പോഴും കുടിക്കുന്ന ആളുകളെ കൊണ്ട് അവരെ വീട്ടിലേക്ക് എടുത്തുകൊണ്ട് പോകാറുണ്ട്. Many of the patients insisted that when they got well they were going to take me down and get me drunk in appreciation. It was usually a hike of 2.5 kilometers to get the patient back to the hospital. This was where walking wanted.
അപ്പോ ഇങ്ങനെയുള്ള പല പേഷ്യൻസിനെ പോലും ഞാൻ ആശുപത്രിയിൽ എത്തിക്കുകയും 2 കിലോമീറ്റർ ഒക്കെ അല്ലെങ്കിൽ 1.5 കിലോമീറ്റർ ഒക്കെ നടത്തിക്കൊണ്ട് ഈ ആ പേഷ്യൻസിനെയൊക്കെ ഞാൻ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ട്. അപ്പോ ഈ ഇങ്ങനെയുള്ള യാത്രകൾ പോലും അല്ലെങ്കിൽ നടപ്പ് പോലും അത് മുറിപ്പെടുത്തുന്നതാണ്. ഐ ഹാഡ് വൺ ബാഡ് എക്സ്പീരിയൻസ് ഇൻ വിച്ച് എ ട്രക്ക്. എനിക്ക് ഒരു ട്രക്കിൽ നിന്ന് ഒരു മോശകരമായ അനുഭവം ഉണ്ടായി. ദാറ്റ് ഐ വാസ് ബ്ലോൺ അപ്പ് ആൻഡ് ഐ വോക്ക് അപ്പ് ഇൻ വിച്ചി എ കപ്പിൾ ഓഫ് ഡേയ്സ് ലേറ്റർ ഇൻ എ ബാത്ത്. ഐ തോട്ട് ഐ വാസ് ഇൻ ഹെവൻ. അപ്പോ എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായി. ഞാനും ഇപ്പൊ ട്രക്കിൽ പോകുന്ന വഴിക്ക് ഞാൻ ആൻഡ് ഐ വോക്കപ്പ് ഇൻ വിച്ചി എ കപ്പിൾ ഓഫ് ഡേയ്സ് ലേറ്റർ ഇൻ എ ബാത്ടബ്. ഞാൻ വീണ്ടും കുടിച്ചു. ഞാൻ പിന്നീട് എണീക്കുന്നത് ഒരു ബാത്ടബിലാണ്. ഞാൻ വിചാരിച്ചു ഞാൻ സ്വർഗത്തിലാണെന്ന്. ദ ഹോൾ റൂം വാസ് ഫുൾ ഓഫ് സ്റ്റീം. ഞാൻ ഇരിക്കുന്ന ഈ ഹോട്ട് വാട്ടർ തുറന്നു വിട്ടുകൊണ്ട് തന്നെ ആ മുറി നിറയെ ചൂടായിരുന്നു. An enormous surgeon came through the steam and said, "Don't move, young fellow." ഒരു സർജന്റ് കടന്നു വന്നിട്ട് പറഞ്ഞു, നീ അനങ്ങരുത്, യു അവേ. ഐ സെഡ്, വേർ ആം ഐ? ഞാൻ എവിടെയാണ്? ഹി ടോൾഡ് മീ. അദ്ദേഹം പറയുന്നു, ഐ സ്റ്റാർട്ടഡ് ടു അപ്ഗ്രേഡ് ഹിം. വൈ ഷുഡന്റ് ഐ മൂവ്? എന്തുകൊണ്ടാണ് ഞാൻ മൂവ് ചെയ്യേണ്ടെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചലിക്കേണ്ടെന്ന് പറയുന്നത്? ഹി സെഡ്, സർജൻ പറഞ്ഞു, ഡോണ്ട് മൂവ്, ദാറ്റ്സ് ഓൾ. നീ അനങ്ങരുത്, അത്രേ ഉള്ളൂ. ഐ ഡിഡ് ആൻഡ് ഫൗണ്ട് ഇറ്റ് വാസ് വെരി പെയിൻഫുൾ. ഞാൻ വളരെയധികം പെയിൻഫുൾ ആയി, വേദന അനുഭവിച്ചു. ഐ ഹാഡ് ആൻ ഇഞ്ചുറി ടു മൈ സ്പൈൻ. എനിക്ക് സ്പൈനിൽ ഒരു മുറിവുണ്ടായി. വെൻ ഇറ്റ് വാസ് ടൈം ടു ഗെറ്റ് മീ ഔട്ട് ഓഫ് ദ ബാത്ടബ്, ദാറ്റ് എനോർമസ് ഗേവ് ജസ്റ്റ് പിക്ക് മീ അപ്പ് ആസ് ദോ ഐ വെയർ ബേബി ആൻഡ് പുട്ട് മീ ഓൺ എ സ്ട്രെച്ചർ. ഒരു കൊച്ചുകുട്ടിയെ പോലെ എന്നെ ബാത്ടബിൽ നിന്ന് എടുത്ത് അവരെന്നെ ഒരു സ്ട്രെച്ചറിൽ കൊണ്ടേ കിടത്തി. ദാറ്റ് വാസ് അബൌട്ട് 3 days ബിഫോർ ദ ആർമിസ്റ്റേഴ്സ്. ആർമിസ്റ്റേഴ്സ് എന്ന് പറയുന്ന ആർമിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ ഒരു ഓർമ്മ ദിനമാണ്. പട്ടാളക്കാർ മരിച്ചുപോയ പട്ടാളക്കാരുടെ ഓർമ്മ ദിനത്തിന്റെ തൊട്ട് 3 ദിവസങ്ങൾക്ക് മുമ്പാണ് അത് സംഭവിച്ചത്. ഓൺ ആർമിസ്റ്റീസ് ഡേ, ഓർമ്മ ദിവസം, എവരി വൺ പുഷ്ഡ് ഓൾ ദ ഹോസ്പിറ്റൽ ബെഡ്സ് ഓൺ ദ സ്ട്രീറ്റ്. എല്ലാ ഹോസ്പിറ്റൽ എല്ലാ ബെഡുകളും സ്ട്രീറ്റിലേക്ക് മൂവ് ചെയ്തു. ആൻഡ് ഹാഡ് എ ഗ്രാൻഡ് പരേഡ് ഓഫ് ദം. എല്ലാവർക്കും ഒരു ഗ്രാൻഡ് പരേഡ് കിട്ടി. എവരിബഡി ഹഗ്ഡ് ആൻഡ് കിസ്ഡ്. എല്ലാവരും കെട്ടിപ്പിടിക്കുകയും പരസ്പരം ചുംബിക്കുകയും ചെയ്തു. ആൻഡ് ഗേവ് us candy ആൻഡ് ഡ്രിങ്ക്സ്. പലർക്കും ക്യാൻഡിയും ഡ്രിങ്കുകളും കിട്ടി. ആൻഡ് ദ സർജൻ കെയിം അലോങ് വിത്ത് എ ഗ്ലാസ് ആൻഡ് സെഡ്. എന്റെ സർജന്റ് അവിടെ ഒരു ഗ്ലാസ്സുമായി വന്നിട്ടുണ്ട്. ദ ഡോക്ടർ സേസ് യു ആർ ടു ഫിനിഷ് ദിസ് റൈറ്റ് അവേ. ഡോക്ടർ പറയുന്നു, നിങ്ങൾ ഇത് പെട്ടെന്ന് തന്നെ കുടിച്ചു തീർക്കണം. ഐ ടേൺഡ് ഇറ്റ് upside down and believe me, the bed soon from then on. It didn't last very long because as soon as I got something to eat, I got over that. But I think that was my very first feeling of being dizzy or drunk. അപ്പോ അത് കുടിച്ചതിന് ശേഷം ഞാൻ വളരെയധികം തലകുത്തി വീഴുന്നത് പോലെയും അത് അധിക നേരം എന്റെ കയ്യിൽ ഇരുന്നില്ല മദ്യം. ഞാൻ ചിന്തിച്ചു, എനിക്ക് തല കറങ്ങുന്നത് പോലെയൊക്കെ തോന്നി. ഞാൻ വളരെയധികം ഡ്രങ്ക് ആയതുപോലെ എനിക്ക് തോന്നി. വെൻ ഐ ഗോട്ട് ബാക്ക് ഫ്രം വേൾഡ് വാർ 1, ഞാൻ 1-ാം ലോകമഹായുദ്ധത്തിന് തിരിച്ചു വന്നതിന് ശേഷം, there didn't seem to be any alcoholic problem at all. ഞാൻ പൊതുവായി ഒരു മദ്യാസക്തി പ്രശ്നമൊന്നും കാണിച്ചില്ല. ഐ കുഡ് ഡ്രിങ്ക് ഓർ നോട്ട് ഡ്രിങ്ക്. എനിക്ക് കുടിക്കുകയും ചെയ്യാം, കുടിക്കാതിരിക്കുകയും ചെയ്യാൻ കഴിയുന്ന ഒരു അവസ്ഥയിലായി. ബട്ട് വെൻ ഐ ഡിഡ്, ഐ ലൈക്ക് ടു ഔട്ട് ഡ്രിങ്ക് അതർ പീപ്പിൾ. ഞാൻ എപ്പോഴും മറ്റുള്ള ആളുകളെ പോലെ കുടിക്കാനാണ് ശ്രമിച്ചത്. ദിസ് സ്റ്റുപ്പിഡ് ഡിസൈർ ടു ഔട്ട് ഡ്രിങ്ക് പീപ്പിൾ. അപ്പോ മറ്റുള്ള ആളുകളെ പോലെ കുടിക്കണം എന്നുള്ള ആ ഒരു ആഗ്രഹം എന്നിൽ കടന്നു വന്നു. ആൻഡ് ദെൻ ഡ്രിങ്കിങ് മോർ ആൻഡ് മോർ മൈസെൽഫ്. പക്ഷേ ഞാൻ അവരെക്കാളും കൂടുതലായി കുടിക്കാൻ തുടങ്ങി. വാസ് ദ ഫസ്റ്റ് സൈൻ ഓഫ് മൈ ആൽക്കഹോളിസം. ഇതാണ് എന്റെ മദ്യാസക്തിയുടെ ആദ്യ സൂചനകൾ. ഐ മാരീഡ് ഇൻ 1920. ഞാൻ 1920 കല്യാണം കഴിച്ചു. ഇൻ 1928, 1928 മൈ വൈഫ് ആൻഡ് ഐ റിട്ടേൺ ടു പാരീസ് ആൻഡ് ടു ചിൽഡ്രൻ. എൻ്റെ 2 മക്കളുമായി എൻ്റെ വൈഫ് പാരീസിന് വന്നു. ആൻഡ് ഐ ഹാഡ് ഗെറ്റ് insomnia and get up and go to the dining room and take a glass of brandy and that would put me back to sleep. എനിക്ക് എപ്പോഴും ഇങ്ങനെ ഒരു ഉറങ്ങുന്നതിന് വേണ്ടി മദ്യം കഴിക്കുക എന്നുള്ളൊരു ശീലമുണ്ടായിരുന്നു. ഐ തോട്ട് പീപ്പിൾ ടുക്ക് ബ്രാൻഡി ടു ഗോ ടു സ്ലീപ്പ്. ഞാൻ ചിന്തിക്കുന്നത് ആളുകൾ ഉറങ്ങാൻ വേണ്ടി ബ്രാൻഡി കഴിക്കാറുണ്ടെന്നാണ്. മീൻ വൈൽ ബാക്ക് ഇൻ ദിസ് കൺട്രി, എൻ്റെ രാജ്യത്ത്, ഐ ബിഗാൻ ടു നോട്ടീസ് ദ ഫാമിലി ഗോട്ട് വറീഡ്. എൻ്റെ കുടുംബം ദുഃഖിക്കാൻ തുടങ്ങി. വെൻ ഐ വാസ് ഡ്രിങ്കിങ്, ഞാൻ കുടിക്കുമ്പോൾ, ആൻഡ് ഐ ഡിഡിൻ ലൈക്ക് ടു സീം ദം വറീഡ്. പക്ഷെ ഞാൻ കുടിക്കുമ്പോൾ അവര്
വറീഡ് ആവുന്നത് പോലെ എനിക്ക് തോന്നിയില്ല. ഐ തോട്ട്, ഞാൻ ചിന്തിച്ചു, ഇഫ് ഇറ്റ് വറീസ് ദം സോ മച്ച്, അവർ കൂടുതൽ എന്നെ പറ്റി ഓർത്ത് ദുഃഖിക്കുകയാണ്, വെൽ ഐ ഹാഡ് ഡ്രിങ്ക് ഓവർ ടു ദ സ്റ്റുഡിയോ ആൻഡ് ടേക്ക് മൈ ഫ്രണ്ട്സ് ഓവർ ദയർ. ഞാൻ എൻ്റെ കുടുംബം കൂടുതൽ വറീഡാണ്, ദുഃഖിക്കുകയാണെങ്കിൽ ഒരു പണി ചെയ്യാം, ഞാൻ എൻ്റെ സ്റ്റുഡിയോയിലോ എൻ്റെ കൂട്ടുകാരെ വിളിച്ചു ചേർത്ത് അവിടെ കുടിക്കാമെന്ന് തീരുമാനിച്ചു. ബിക്കോസ് ബൈ ദാറ്റ് ടൈം, ആ സമയത്ത് ഐ ഹാഡ് വർക്കഡ് അപ്പ് എ ഗുഡ് ആർട്ടിസ്റ്റ് റെപ്യൂട്ടേഷൻ. ഞാൻ നല്ല രീതിയിൽ കലാകാരനായി, ഒരു ബഹുമാനമുള്ള കലാകാരനാണ്. ആൻഡ് ദ ക്രിറ്റിക്സ് വേർ പർട്ടിക്കുലർലി കൈൻഡ് ടു മീ. ഐ ഹാഡ് ലോഡ്സ് ആൻഡ് ലോഡ്സ് ഓഫ് വർക്ക്. എനിക്ക് ഒരുപാട് ജോലി ഉണ്ടായിരുന്നു. ഓൾ വാട്ട് ഐ കുഡ് ടേക്ക് കെയർ ഓഫ്. എനിക്ക് ഒരുപാട് വർക്കുകൾ ശ്രദ്ധിക്കേണ്ടതുണ്ടായിരുന്നു. ആൻഡ് ഐ ലൈക്ക്ഡ് വർക്ക്. ഞാൻ അങ്ങനെയുള്ള ജോലി ഇഷ്ടപ്പെട്ടു. ഐ ഓൾവേസ് ഹാഡ് എ ലോങ് ഡേ. പലപ്പോഴും ദീർഘ നേരം ദിവസങ്ങളിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. ടു മീ, സൺറൈസ് ഈസ് ദ മോസ്റ്റ് ഗോർജസ് ടൈം. സൂര്യൻ ഉദിച്ചു വരുന്നതാണ് ഏറ്റവും നല്ല സമയം ഓഫ് ദ ഡേ ആൻഡ് ദ മോസ്റ്റ് സ്പിരിച്വൽ. ആ സമയത്ത് ഒരു ആത്മീയ സമയമാണ്. ആൻഡ് ഐ ലവ് ടു സേ മൈ പ്രേയേഴ്സ്. അങ്ങനെ ആ സമയത്താണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ആൻഡ് വാച്ച് ദ സൺറൈസ്. ഞാൻ സൂര്യൻ ഉദിച്ചു വരുന്നതും അറ്റ് ദ സെയിം ടൈം, ഒരേ സമയത്ത് കാണും. ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ ദ ന്യൂ ഡേ ആൻഡ് ഫോർ ദ ബ്യൂട്ടി ഓഫ് ഇറ്റ്. ഞാൻ പുതിയ ദിവസത്തെ ഓർത്തും പുതിയ സമയത്തെ ഓർത്തും ഞാൻ മനോഹരമായ ദിവസത്തെ ഓർത്ത് ഞാൻ കൃതജ്ഞതയുള്ളവനായി. ദിസ് ഡ്രിങ്കിങ് ഓവർ ടു ദ സ്റ്റുഡിയോ ആൻഡ് ദെൻ ഫൈനലി അറ്റ് ബാർ റൂംസ്. ഞാൻ സ്റ്റുഡിയോയിൽ ഇരുന്ന് കുടിക്കാനും തുടങ്ങി, പിന്നീട് ബാർ റൂമുകളിലേക്ക് പോയി. എനിത്തിങ് സോ ആസ് നോട്ട് ടു ഡ്രിങ്ക് അറ്റ് ദ ഹൗസ്. എങ്ങനെയെങ്കിലും വീട്ടിൽ നിന്ന് കുടിക്കാതിരിക്കുന്നത് ഒഴിവാക്കണം. ബിക്കം പ്രോഗ്രസീവ്ലി വേഴ്സ്. അത് കൂടുതൽ വേഴ്സായി മാറി. ദിസ് വാസ് വെൻ മൈ ഗിൽറ്റ് കോംപ്ലക്സ്, കുറ്റബോധം കോംപ്ലക്സ് ആയി മാറി തുടങ്ങി. സ്റ്റാർട്ടഡ്, അങ്ങനെ തുടങ്ങി. വിത്ത് ദിസ് സീക്രട്ട് ഡ്രിങ്കർ, പ്രത്യേകിച്ച് ഈ രഹസ്യ കുടിയിൽ നിന്ന്. ഐ വെന്റ് ടു യൂറോപ്പ് സെവറൽ ടൈംസ്. ഞാൻ യൂറോപ്പിലെ ധാരാളം സമയം പോയി. ആൻഡ് ദ സൈക്കിൾ സീം ടു ബി ബ്രോക്കൺ ഈച്ച് ടൈം ബിക്കോസ് ഐ വാസ് നെവർ ഡ്രങ്ക് ഓവർ ദയർ. ഒരുപാട് സമയങ്ങളിൽ ഞാൻ യൂറോപ്പിലേക്ക് പോയി. ഞാൻ ഈ സൈക്കിൾ, ഇങ്ങനെ കുടിക്കുന്ന സൈക്കിൾ പലപ്പോഴും ബ്രോക്കണായി. പലപ്പോഴും ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഐ വാസ് നെവർ ഡ്രങ്ക്. ഞാൻ അങ്ങനെ കുടിച്ചിരുന്നില്ല. എക്സെപ്റ്റ് വെൻ വി ലിവ്ഡ് ഇൻ പാരീസ് ആഫ്റ്റർ ഐ വാസ് ആക്റ്റീവ്ലി ആൽക്കഹോളിക്. ഞാൻ എപ്പോഴാണോ പാരീസിലേക്ക് തിരിച്ചു വരുന്നത്, അപ്പോൾ ഞാൻ വീണ്ടും ആക്റ്റീവായിട്ട് ആൽക്കഹോളിക്കായി മാറും. ഐ വാസ് ഓൺലി ആക്ച്വലി ഡ്രങ്ക് ടോയ്സ് ദാറ്റ് ഐ നോ ഓഫ്. ഞാൻ ഓർക്കുന്നത് വെച്ച് നോക്കിയാൽ ഞാൻ യൂറോപ്പിൽ വെച്ച് 2 പ്രാവശ്യം മാത്രമേ കുടിച്ചിട്ടുള്ളൂ. ദ ഡ്രിങ്കിങ് ഗോട്ട് ബിഹേവിയർ ആൻഡ് ദ ഡ്രിങ്കിങ് ഗോട്ട് ഹെവിയർ ആൻഡ് ഹെവിയർ. കൂടുതൽ ഞാൻ കുടിക്കാൻ തുടങ്ങി. ആൻഡ് ദ കമ്പൾഷൻ ഗോട്ട് ഹെവിയർ ആൻഡ് ഹെവിയർ. എനിക്ക് കുടിക്കാനുള്ള നിർബന്ധവും കൂടി വന്നു. ഐ കുഡ് സ്റ്റിൽ കം ഹോം വിത്തൗട്ട് സ്റ്റാഗറിങ് ആൻഡ് ഐ വാസ് വെരി പ്രൗഡ് ഓഫ് ദാറ്റ്. എഴഞ്ഞു വരാതെ എനിക്ക് വീട്ടിലെത്താൻ കഴിഞ്ഞു. ഞാൻ അതിനകത്ത് ആത്മാഭിമാനമുള്ളവനായി. ബട്ട് ഐ വാസ് വെരി അൺഹാപ്പി ടു, ബിക്കോസ് ഐ വാസ് മേക്കിംഗ് ദ ഫോക്സ് അറ്റ് ഹോം അൺഹാപ്പി. എൻ്റെ വീട്ടിലുള്ളവരെ ഞാൻ അൺഹാപ്പി ആയിട്ട് കണ്ടു. അതെന്നെ തികച്ചും സന്തോഷമില്ലാത്തവനാക്കി. ആൻഡ് ദെൻ മൈ ലെഗ്സ് ബിഗാൻ ടു ഗെറ്റ് അൺസ്റ്റഡി. പലപ്പോഴും എൻ്റെ കാലുകൾ ഉറച്ചു നിൽക്കാറില്ല. ആൻഡ് ദേ കുഡ് സീ ബൈ മൈ ബ്ലഡ് ഷോട്ട് ഐസ്. എൻ്റെ ചുവന്ന് തുടുത്തിരിക്കുന്ന കണ്ണുകൾ അവർ കണ്ടു. ദാറ്റ് ഐ ഹാഡ് ബീൻ ഡ്രിങ്കിങ് ഓൺ ദ സ്ലൈ. ആൻഡ് ദെൻ ഗിൽറ്റ് റിയലി സ്റ്റാർട്ടഡ്. വീണ്ടും എനിക്ക് ഒളിച്ചൊളിച്ച് കുടിക്കാൻ തുടങ്ങി. അതെന്നെ വളരെയധികം ഗിൽറ്റ്, കുറ്റബോധം തോന്നി തുടങ്ങി. ആൻഡ് വിത്ത് ദ ഗിൽറ്റ് ദെയർ സ്റ്റാർട്ടഡ് ഫിയേഴ്സ്. അങ്ങനെ ആ കുറ്റബോധം ഭയത്തിലേക്ക് മാറി. ആൻഡ് ഐ വാസ് വെരി അൺഹാപ്പി. വീണ്ടും ഞാൻ അസന്തുഷ്ടനായി. സോ ഐ ഡിസൈഡ് ദാറ്റ് ഐ വുഡ് ക്വിറ്റ്. ഞാൻ പിന്നീട് മദ്യപാനം നടത്താനുള്ള ശ്രമങ്ങളായി. ആൻഡ് ദെൻ ഐ ഫൗണ്ട് ദാറ്റ് ഐ കുഡ്ന്റ് ക്വിറ്റ്. അങ്ങനെ ശ്രമിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, എനിക്ക് നിർത്താൻ കഴിയുന്നില്ല. ദിസ് വൺ ഡിഡ്ന്റ് കൗണ്ട്. അങ്ങനെ പലതും ഇങ്ങനെ കുടിക്കാനുള്ള ശ്രമങ്ങൾ അവസാനം എണ്ണമറ്റാത്തതായി. ദിസ് വൺ വാസ് മെഡിസിൻ. അങ്ങനെ മദ്യം ഒരു മെഡിസിനായി മാറി. ബൈ ദ ടൈം ഐ വാസ് ഇൻ മൈ 30s, എൻ്റെ 30കളിൽ, ദാറ്റ്സ് ജസ്റ്റ് അബൌട്ട് ദ ടൈം ഐ ഡിഡ് സച്ച് ക്രേസി തിങ്സ്. ഞാൻ ആ സമയത്താണ് ഇത്തരം ക്രേസി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തത്. ഐ ഹാഡ് സ്നീക്ക് അവേ ഫ്രം ദ ഹൗസ് ഓൺ മൈ മോട്ടോർ സൈക്കിൾ ബിക്കോസ് ഐ തോട്ട് ഐ കുഡ് ബി വൈൽഡർ ആൻഡ് ഹാവ് എ ഗ്രാൻഡർ ടൈം ഓൺ എ മോട്ടോർ സൈക്കിൾ ദാൻ ഐ കുഡ് ഇൻ എ car, because a car had 4 wheels and incidentally a motorcycle could go faster. അപ്പോൾ ഈ 30സിലൊക്കെ ഞാൻ കാറിനേക്കാൾ കൂടുതലായി
മോട്ടോർ സൈക്കിളാണ് പോയിക്കൊണ്ടിരുന്നത്. ഞാൻ വിചാരിക്കുന്നത് കാറിനേക്കാളും വളരെ സ്പീഡിൽ മോട്ടോർ സൈക്കിൾ പോകുമ്പോൾ പോകാൻ പറ്റും. ബട്ട് ഐ ഫൗണ്ട് ദാറ്റ് വാസ് വെരി ലോൺലി. സോ ഐ ഗോട്ട് എ സൈഡ് കാർ ആൻഡ് ടുക്ക് എ ഷോഫർ. അപ്പം എൻ്റെ മോട്ടോർ സൈക്കിളിന്റെ സൈഡിൽ ഒരു സൈഡ് കാർ കൊണ്ട് ഞാൻ പോകാൻ തുടങ്ങി. വെരി ഓഫൺ വെൻ ഐ ഹാഡ് ഗോ ഔട്ട് വിത്ത് ദ ഷോഫർ, ഹി വുഡ് റോ ഔട്ട് ആൻഡ് ഐ വുഡ് ഹാവ് ടു ഡ്രൈവ് ഹിം ഹോം ബിക്കോസ് ഹി ഡിഡിന്റ് ഹാവ് മൈ കപ്പാസിറ്റി. പലപ്പോഴും ഈ പറയുന്ന കൂട്ടുകാരെയും കൂട്ടിക്കൊണ്ട് സൈഡ് കാറിൽ പോകുമ്പോൾ ഈ സ്കൂട്ടറിന്റെ ഒക്കെ സൈഡിൽ വെച്ചുകൊണ്ട് പോകുന്ന അതിനാണ് പോകുമ്പോൾ അവൻ പലപ്പോഴും എൻ്റെ കൂട്ടുകാർ പലപ്പോഴും കുടിക്കുമായിരുന്നു. കാരണം അവർക്ക് എൻ്റെ അത്രമാത്രം കപ്പാസിറ്റി ഉണ്ടായിരുന്നില്ല. മൈ വൈഫ് ഓൾവേസ് ഹാഡ് ഫെയ്ത്ത്. എൻ്റെ ഭാര്യയ്ക്ക് എപ്പോഴും വിശ്വാസം ഉണ്ടായിരുന്നു ദാറ്റ് ദിസ് വാസ് ഓൺലി എ സിക്നസ്, ഇതൊരു അസുഖമാണ്. ബട്ട് ഷി ഡിഡ് വറി. അവൾ പക്ഷെ ദുഃഖിച്ചിരുന്നു. ഷി ന്യൂ നത്തിങ് അബൌട്ട് എ. അവൾക്ക് എയെ പറ്റി ഒന്നും അറിയില്ല. ആൻഡ് ഐ ന്യൂ നത്തിങ് അബൌട്ട് ഇറ്റ്. എനിക്കും എയെ പറ്റി ഒന്നും അറിയണ്ടായിരുന്നില്ല. ബട്ട് ഷീ ഓൾവേസ് റിയലൈസ് ദാറ്റ് ദിസ് വാസ് നോട്ട് ഹെർ ഹസ്ബൻഡ്. അവൾക്കൊരു കാര്യം ഉറപ്പുണ്ടായിരുന്നു, ഇത് എന്റെ ഹസ്ബൻഡ് അല്ല, ദാറ്റ് എന്റെ ഭർത്താവല്ല. ദാറ്റ് സംതിങ് ഹാർഡ് ഡിസ്ട്രസ്ഡ് ഹിം. എന്തോ അവനെ അകറ്റി നിർത്തുന്നുണ്ട്. ദാറ്റ് ആൻഡ് ദാറ്റ് സംതിങ് ഹാഡ് ടു ബി അണ്ടർസ്റ്റുഡ്. അതെനിക്ക് എന്താണെന്ന് മനസ്സിലാക്കണം. ഓൾദോ ഐ വാസ് അറോഗന്റ് ആൻഡ് റോട്ടൺ. ആഫ്റ്റർ ഫാദർ ഡെഡ് ഇൻ 1934, 1934 അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ഐ ഡ്രാങ്ക് ഫോർ ഒബ്ലിവിയോൺ. ഞാൻ ആ മദ്യത്തിന്റെ ഇതില് ചുറ്റി ഒരിക്കപ്പെട്ടു, അല്ലെങ്കിൽ മദ്യ ലഹരിയിലായി. ദാറ്റ് വാസ് എ ടെറിബിൾ ഷോക്ക്. അതെന്നെ വളരെയധികം ഷോക്ക് ചെയ്യിപ്പിച്ചു. ഇൻ മൈ ഇൻസെക്യൂരിറ്റി, എൻ്റെ ഒരു സുരക്ഷിത ബോധമില്ലായ്മ, ഐ തോട്ട് ദാറ്റ് ഓൾ ദ സെക്യൂരിറ്റി ഇൻ ദ വേൾഡ് ഹാഡ് ഗോൺ വിത്ത് ഇറ്റ്. ദ നെക്സ്റ്റ്, അതായത് എനിക്കുള്ള സുരക്ഷിതത്വം മുഴുവൻ അച്ഛൻ പോയപ്പോൾ പോയി എന്ന് ഞാൻ വിചാരിച്ചു. ദ നെക്സ്റ്റ് ഫ്യൂ ഇയേഴ്സ്, അടുത്ത കുറെ വർഷങ്ങളായപ്പോൾ, വേർ റിയലി ടെറിബിൾ. അത് തികച്ചും ടെറിബിൾ ആയിരുന്നു. സോ മെനി തിങ്സ് ഹാപ്പൻഡ് ആൻഡ് ദ നെക്സ്റ്റ് വാസ് ക്ലോസിങ്. ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു, പലതും എൻ്റെ ജീവിതം അവസാനിപ്പിക്കുന്ന തരത്തിൽ. വൺ ഓഫ് ദ മോസ്റ്റ് ടെറിബിൾ തിങ്സ്, വലിയ ഒരു കാര്യം എന്ന് പറയുന്നത് വാസ് ദാറ്റ് ഇൻ മൈ ഗിൽറ്റ് ഐ ലോസ്റ്റ് ഗോഡ്. അതായത് എനിക്ക് ദൈവം നഷ്ടപ്പെട്ടു എന്നുള്ള കുറ്റബോധം. ദാറ്റ് വാസ് ദ ബിഗ് തിങ്. അതായിരുന്നു എനിക്ക് ഏറ്റവും വലിയ കാര്യം. ഐ ഹാഡ് നോ റൈറ്റ് ടു പ്രേ ടു ഗോഡ്. എനിക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. ഐ ഹാഡ് നോ റൈറ്റ് ടു ഗോ ഇൻ ടു ദ ടെമ്പിൾ ഓർ ചർച്ച്. ഏതെങ്കിലും ചർച്ചിലോ ടെമ്പിളിലോ പോകേണ്ട ആവശ്യമില്ല. When we lived in Rome, I used to go into one of the cathedrals every night on my way home from work. എപ്പോഴൊക്കെ ഞാൻ റോമിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ജോലി സ്ഥലത്ത് നിന്ന് തിരിച്ചു വരുമ്പോൾ ഒരു പള്ളിയിൽ കയറി, കത്തീഡ്രൽ പള്ളിയിൽ കയറി പ്രാർത്ഥിക്കുമായിരുന്നു. ടു മീ ദ ഹൗസ് ഓഫ് ഗോഡ് വാസ് എ ഹൗസ് ഓഫ് ഗോഡ്. അതൊരു ദൈവത്തിന്റെ ആലയമായിരുന്നു. ആൻഡ് വാസ് ബ്യൂട്ടിഫുൾ ആൻഡ് ഡെഡിക്കേറ്റഡ് ടു ഹിസ് വർഷിപ്പ്. അവനെ ആരാധിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ദേവാലയം. നൗ ഐ വാസ് റോബഡ് ഓഫ് ഗോഡ്. ഞാൻ ദൈവത്തിൽ നിന്ന് റോബ് ചെയ്യപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ മാറ്റപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ബിക്കോസ് ഐ വാസ് സോ അഷെയിംഡ്. ഞാൻ നാണക്കേടുള്ള അല്ലെങ്കിൽ ലജ്ജാകാരനായി മാറി. ആൻഡ് സോ ഐ ഹാഡ് നോ ഹെൽപ്പ്. എനിക്ക് ഒരു സഹായം കിട്ടില്ല. ആൻഡ് ഐ ഡിഡ്ന്റ് നോ ഹൗ ടു ക്വിറ്റ്. എങ്ങനെയാണ് മദ്യത്തിൽ നിന്ന് മാറുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇറ്റ് വാസ് വെരി ടെറിബിൾ. ഇത് വളരെയധികം ടെറിബിൾ ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. വി ഹാഡ് എ ഡിയർ ഫ്രണ്ട്. ഞങ്ങൾക്കൊരു ആത്മാർത്ഥ സുഹൃത്ത് ഉണ്ടായിരുന്നു. അപ്പ് നിയർ ഇൻ എ വെഞ്ചസ്റ്റർ ബൈ ദ നെയിം ഓഫ് ഗബ്രിയേൽ. എനിക്ക് ഒരു ഗബ്രിയേൽ എന്ന് പറയുന്ന ഒരു കൂട്ടുകാരൻ വെഞ്ചസ്റ്ററിന് അടുത്തുണ്ടായിരുന്നു. ഷീ ഹാഡ് എ വാഷ് വുമൺ ഹൂസ് സൺ വാസ് എ ക്രിപ്പിൾ. ഹി ഹാഡ് ക്രിയേറ്റഡ് സം റിയലി ബ്യൂട്ടിഫുൾ വർക്ക്സ് ഓഫ് ആർട്ട്. അവനാണെങ്കിൽ നല്ല രീതിയിലുള്ള ഈ കല സൃഷ്ടിക്കുന്ന ആളാണ്. ഷീ ആസ്ക്ഡ് മീ, അവൾ എന്നോട് പറഞ്ഞു, ഇഫ് ഐ വുഡ് ഗോ ആൻഡ് സീ ഹീസ് വർക്ക് ആൻഡ് ഹെൽപ്പ് ഹിം. അവന്റെ അടുത്ത് പോയിട്ട് അവനെ സഹായിക്കാൻ അവൾ എന്നോട് പറഞ്ഞു. ഐ കുഡന്റ് റിഫ്യൂസ് ഗബ്രിയേൽ എനിത്തിങ്. എനിക്ക് ഗബ്രിയേൽ പറയുന്നത് ഒന്നും എതിർക്കാൻ കഴിഞ്ഞില്ല. ആൻഡ് ഐ പ്രോമിസ്ഡ് ഹർ. ഞാൻ അവളോട് പറഞ്ഞു ദാറ്റ് ഐ വുഡ് ഗോ. ഞാൻ അവളുടെ അടുത്ത് പോകും. ആൻഡ് ദാറ്റ് വാസ് റിയലി ആൻഡ് ബിഗിൻ ഓഫ് ദ എൻഡ് ഓഫ് മൈ ആൽക്കഹോൾ എക്സ്പീരിയൻസ്. അവിടെ വെച്ചിട്ടാണ് എനിക്ക് ആൽക്കഹോളിസത്തിന്റെ എക്സ്പീരിയൻസ്, അനുഭവങ്ങൾ അവസാനിച്ചു തുടങ്ങിയത്. ഐ ഗാദേർഡ് ടുഗദർ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ബുക്സ് ഓഫ് പിക്ചേഴ്സ് ഫ്രം ദ വത്തിക്കാൻ. ഞാനും നല്ല നല്ല ബുക്കുകൾ, വത്തിക്കാനിൽ നിന്ന് ഉള്ള ബുക്കിന്റെ പിക്ചറുകൾ ശേഖരിക്കാൻ തുടങ്ങി. ലൈക്ക് എ ബിഗ് ഷോർട്ട് ആൽക്കഹോളിക്, ഐ ഡിഡ് എവറിഥിങ് ഇൻ സ്റ്റൈൽ. എല്ലാം ഞാൻ എല്ലാ ആൽക്കഹോളിക്കിനെ പോലെ എല്ലാം നല്ല സ്റ്റൈലിലാണ് ഞാൻ ഉണ്ടാക്കിയത്. ഐ ഗോട്ട് ഗോർജസ് ന്യൂ ആർട്ട് മെറ്റീരിയൽസ്. എനിക്ക് വളരെ മനോഹരമായ ചില ആർട്ട് മെറ്റീരിയലുകൾ കിട്ടി. ആൻഡ് ഫൈൻ ന്യൂ പേപ്പർ. എനിക്ക് നല്ല പേപ്പറുകൾ കിട്ടി.
I couldn't get to the train at my own station. That was impossible. I had to go down the line and beat the train by 20 minutes and spend those 20 minutes in a bar room. എനിക്ക് ട്രെയിനിലേക്ക് കയറാനായിട്ട് ഒരു 20 മിനിറ്റ് കൂടി കിട്ടി. ഞാൻ ആ 20 മിനിറ്റ് കൊണ്ട് എങ്ങനെ സംഭവിച്ചു എന്ന് എനിക്കറിയില്ല. ഞാൻ ഒരു ബാർ റൂമിലേക്ക് കയറി. That helped me till I got to 125th street and the bars were open. പിന്നീട് അത് 125ാമത്തെ സ്ട്രീറ്റിലെ ബാർ ഓപ്പൺ ആയിട്ടുള്ള ബാറിന്റെ അടുത്തേക്ക് പോകുന്ന പോലെ. പ്രൊഹിബിഷൻ ഹാഡ് ബീൻ റിപ്പീൽഡ് വിത്ത് വൈൽ ഐ വാസ് ഡ്രിങ്കിങ്. മദ്യനിരോധനം ആ സമയത്ത് രാജ്യത്തുണ്ടായിരുന്നു. ആൻഡ് ഗെറ്റിംഗ് അപ്പ് ദ സ്റ്റീം ടു ഗോ ആൻഡ് വിസിറ്റ് ദിസ് പുവർ ക്രിപ്പിൾ. അപ്പൊ മദ്യം കിട്ടുക എന്ന് പറയുന്നത് വളരെയധികം പ്രശ്നമുള്ള ഒരു സ്ഥലമാണ്. സോ ഐ വെന്റ് ടു ദി ബാർ ഓൺ 7th Avenue. And when I got there, the welcome was warmer and than any welcome. എനിക്ക് അവിടെ വളരെയധികം സ്വാഗതം കിട്ടി. മറ്റ് എവിടെ നിന്നും സ്വാഗതം കിട്ടുന്നതിനേക്ക് ഉപരിയായിട്ടുള്ളൊരു സ്വാഗതമായിരുന്നു അത്. ഐ എവർ റിസീവ്ഡ് ഇൻ മൈ ലൈഫ്. ഇതിനു മുമ്പ് അങ്ങനെ ഒരു സ്വാഗതം കിട്ടിയിട്ടില്ല. There were a lot of bar plays around. അവിടെ കുറെ ഇങ്ങനെ ബാറിൽ നടക്കുന്ന ആളുകൾ നടക്കുന്നുണ്ട്. And everybody was treating everybody. എല്ലാവരെയും പരസ്പരം ട്രീറ്റ് ചെയ്യുന്നുണ്ട്. And I was gulping them down as far as ആയിക്കോട്ടെ. ഞാൻ അതെല്ലാം ഓരോന്ന് വെട്ടി വിഴുങ്ങിക്കൊണ്ടിരുന്നു. ഫൈനലി when I found myself with 16 drinks, 16 ഡ്രിങ്ക് എടുത്ത് ഇൻ ഫ്രണ്ട് ഓഫ് മീ. 16 ഡ്രിങ്കുകൾ എന്റെ മുമ്പിൽ കണ്ടപ്പോൾ സ്റ്റിൽ ടു ബി ടേക്കൺ. ഞാൻ ഇപ്പോഴും എടുത്തുകൊണ്ടിരുന്നു. ആൻഡ് ദിസ് ബിഗ് പാക്കേജസ് പിക്ചർ. അപ്പോൾ എന്റെ ഒരു വലിയ പാക്കേജിന്റെ പിക്ചർ എന്റെ കയ്യിലുണ്ട്. I had hurried up and finished the 16 drinks and told the men that I would be back later, that I had to deliver this bundle. ഞാൻ അവനോട് പറഞ്ഞു, ആ മനുഷ്യനോട് പറഞ്ഞു, എന്റെ 16 ഡ്രിങ്ക് എന്ന മനുഷ്യനോട് പറഞ്ഞു, ഞാൻ ഇപ്പോൾ തന്നെ തിരിച്ചു വരാം, എനിക്ക് ഇത് ഒരു സ്ഥലത്ത് കൊണ്ടുവെക്കേണ്ടതുണ്ട്. Then I began a most peculiar trek down 7th Avenue until I reached where I was going. I stumbled and staggered and fell in every ways, and I became absolutely 50. I can see to this day the colored people grabbing their children so that I didn't throw them into the gutter or area way to knock a baby carriage under trucks. It was almost like a musical comedy when the hero comes downstage and everybody gives way before him. നമുക്ക് സമയമായിട്ട് ഞാൻ ട്രാൻസ്ലേഷൻ അടുത്ത ദിവസം ചെയ്യാം. താങ്ക് യു. സമയം 4 മിനിറ്റ് കൂടുതൽ. താങ്ക് യു ചേട്ടാ. പ്രാർത്ഥന അവസാനിപ്പിക്കാം. പ്രാർത്ഥിക്കാം.